അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാൻ നമ്മളെ അറിയിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിനെ കുറിച്ച് ചോദിച്ചവരോട് അല്ലാഹുവിനെ വിശ്വസിക്കണം. ഈ ഈമാനിന്റെ അടിസ്ഥാനപരമായ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം. മറ്റൊന്ന്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ, ആഗ്രഹം. ഇത് രണ്ടും ഒരു മുഅ്മിനായ മനുഷ്യരിൽ ഉണ്ടാകും. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് നിരാശ ഉണ്ടാകാൻ പാടില്ല. അപ്രകാരം നിർഭയതയും ഉണ്ടാകാൻ പാടില്ല. അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാ. ഈമാൻ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം അല്ലാഹുവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ നിയമങ്ങൾ, അതിന്റെ പേരിലുള്ള നടപടികൾ, ഇതിനെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് ഹൃദയത്തിൽ പേടിയുണ്ടാകും. പിന്നെ അല്ലാഹുവിന്റെ റഹ്മത്തുകളെ കുറിച്ചും അല്ലാഹു തആല അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് വച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ, അല്ലാഹു തആല തയ്യാറാക്കി വച്ചിരിക്കുന്ന നിഅമത്തുകൾ, ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുമുണ്ട്. ഇത് രണ്ടും എപ്പോഴൊരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമോ അപ്പോഴേ ഉള്ളൂ അവൻ യഥാർത്ഥ മുഅ്മിനാണ്. അതാണ് യഥാർത്ഥ മുഅ്മിനിന്റെ അടയാളം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽ ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, ഈ രണ്ട് ഗുണങ്ങളുള്ളവരാകാൻ വേണ്ടിയാണ് സഹാബാക്കളോട് ഈമാനിനെ കുറിച്ചും ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചും പറഞ്ഞത്. എല്ലാ സന്ദർഭങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. അല്ലാഹുവിനെ കുറിച്ച് എത്ര കൂടുതൽ അറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കുമോ അത്ര കൂടുതൽ അറിയാൻ സഹാബാക്കൾ എപ്പോഴും വലിയ ആഗ്രഹമുള്ളവരായിരുന്നു. അവരിങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചു. അല്ലാഹുവിനെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് ഒക്കെ ഒരു അതിരുണ്ട്. ആ അതിരിനപ്പുറം മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല. ആ അതിരിനപ്പുറം മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ആലോചിക്കാനും പാടില്ല. കാരണം മനുഷ്യന്റെ നിയന്ത്രണം നില തെറ്റിപ്പോകും. മനുഷ്യൻ അതിനപ്പുറത്തേക്ക് ആലോചിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിക്കൊരു പരിധി നിശ്ചയിച്ചു. ആ പരിധിക്കപ്പുറം മനുഷ്യനെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഈ ദുനിയാവിൽ. എല്ലാ കഴിവുകൾക്കും അല്ലാഹു തആല പരിധി നിശ്ചയിച്ചതുപോലെ മനുഷ്യന്റെ ബുദ്ധിക്ക് അതിനും അല്ലാഹു തആല അതിര് നിശ്ചയിച്ചു. ആ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ചിന്തിക്കാവൂ. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ മനുഷ്യൻ ചെന്നുപെടുന്നത് അവന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകളെ സംബന്ധിച്ച് പല കാലത്തും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ട്. പല കാലത്തും മനുഷ്യൻ ചിന്തിച്ച് ഓരോ കാലത്തും അവരവരുടെ ബുദ്ധിയിൽ എന്താണോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എന്താണോ അവരവർക്ക് തോന്നിയത്, അതനുസരിച്ചവർ അല്ലാഹുവിനെ രൂപപ്പെടുത്തി. അല്ലാഹുവിനെ രൂപപ്പെടുത്തിയതിൽ അവർ ഒരുപാട് തെറ്റിപ്പോയി, ഒരുപാട് അതിന് കടന്നുപോയി. അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനത്തെ പലരുടെയും സംഭവങ്ങൾ പറഞ്ഞത്, പല കൂട്ടരുടെയും സംഭവം. ഉസൈർ നബി അലൈഹിസ്സലാമിന്റെ സംഭവം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു.
ഉസൈർ നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുക. പോയിക്കൊണ്ടിരുന്നപ്പോ മുമ്പ് നല്ല കൃഷിയും ധാരാളം വിളവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലം. ആ സ്ഥലത്തുകൂടി കടന്നുപോയപ്പോൾ അവിടെയെല്ലാം നശിച്ച് ഉണങ്ങി വരണ്ട്, വെള്ളവുമില്ല, കൃഷിയുമില്ല, ഒരു പച്ച പോലും ഇല്ലാതെ എല്ലാം നശിച്ചു കിടന്നു. ഇത് കണ്ടപ്പോ ഉസൈർ നബി അലൈഹിസ്സലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കുമെന്നും പഴയതിനേക്കാൾ നല്ല നിലയിൽ അവരെ കൊണ്ടുവരുമെന്നുമെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കൊണ്ടുവരുമല്ലോ. ഈ ഭൂമിയും അതേ നിലയിൽ നശിച്ചു പോയതാണല്ലോ. നല്ല ജീവൻ ഉണ്ടായിരുന്നു, ഫലഭൂയിഷ്ഠമായിരുന്നു, പച്ചപിടിച്ച് ധാരാളം കൃഷിയും ധാരാളം വിഭവങ്ങളുമായിട്ടുണ്ടായിരുന്നതാണ്. അത് മുഴുവനും ഇപ്പൊ നശിച്ച് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്, ഒരു ചെടി പോലും മുളയ്ക്കും. ഇതിനെ അല്ലാഹു തആല വീണ്ടും എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ അല്ലാഹു തആല പഴയപടി അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കൃഷിയിലാക്കി തീർക്കുന്നത് എന്ന് എങ്ങനെ ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാണ്, അല്ലാഹുവിന്റെ നബിയാണ്. അവരങ്ങനെ ആലോചിക്കാൻ പാടില്ല. പക്ഷെ അവര് നിഷേധത്തിന്റെ ബുദ്ധിയിൽ, നിഷേധത്തിന്റെ ഭാവത്തിലല്ല ആലോചിച്ചത്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാനുള്ള വഴി അത് വ്യക്തമായ നിലയിൽ അവർക്ക് കാണണം, കണ്ടു കിട്ടണമെന്നുള്ള ആ ചിന്തയിൽ അതിനുവേണ്ടിയാണ് അവർ ആലോചിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നുബുവത്തിന്റെ പേരിൽ ധാരാളം അടയാളങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. ധാരാളം അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു. അല്ലാഹു തആല തന്നെ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട് എന്ന് അല്ലാഹു തന്നെ പറയുന്നുണ്ട്. വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. അല്ലാഹു തആല കാണിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായി. ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചു. എല്ലാത്തിനും വിജയിച്ചു. എല്ലാത്തിനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു, മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നബിമാരിൽ ഏറ്റവും ഉയർന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ആളാക്കി. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഖലീലാക്കി. ഖലീൽ എന്ന് പറഞ്ഞാൽ വലിയ അടുപ്പമുള്ള സ്നേഹിതൻ. ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹം സ്ഥലം പിടിച്ച സ്നേഹിതനൊക്കെയാണ് ഖലീൽ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത്രയും സ്നേഹമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ ഹൃദയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നുകൂടി. പിന്നെ വേറെ സ്ഥലമില്ലാതെയായി എന്നല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ അള്ളാഹ് അല്ലാതെ വേറൊന്നിനും സ്ഥലമില്ലാത്ത തരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സ്നേഹിച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായി അതിലെല്ലാം വിജയം വരിച്ച് അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ ചിന്തയും അള്ളാഹുവിന്റെ സ്നേഹവും കൂടി കൂടി വന്നു. അങ്ങനെ അല്ലാഹു തആലയ്ക്കല്ലാതെ വേറൊന്നിനും ഹൃദയത്തിൽ ഇടമില്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാവശ്യം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്ത സഹായങ്ങളും കൂടിയതിനെ കുറിച്ചും ലോകത്തെ എല്ലാ മനുഷ്യരും ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ പകരം കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം ചെയ്യാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ആഖിറത്തിൽ വെച്ച് ഉള്ളതിന് പകരം തീർക്കാൻ അല്ലാഹു തആല കൊടുത്തേ തീർക്കാൻ പറ്റുകയുള്ളൂ. എന്നെ കൊണ്ട് സാധിക്കില്ല. അത്രയും കൂടുതൽ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ആരുടെയും ഒരു ഉപകാരവും ബാക്കിയില്ല ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപകാരങ്ങളും അദ്ദേഹം ചെയ്ത സഹായങ്ങളും വെച്ച് നോക്കിയിട്ട് എന്റെ ആത്മസുഹൃത്ത് ഖലീല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആക്കാമെന്ന് എനിക്ക് തോന്നിപ്പോയി.
ദുന്യാവിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ഞാൻ ഖലീലാക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീലാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അല്ലാഹുവിനെ ഖലീലാക്കി കഴിഞ്ഞു. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ വലാകിൻ സാഹിബുകും ഖലീലുല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ ഇനി ആരെയും കയറ്റി വെക്കാൻ സ്ഥലമില്ല. ഒരു മനുഷ്യനെയും ദുന്യാവിലുള്ള ഒരു സൃഷ്ടിയെയും എന്റെ മനസ്സിൽ കയറ്റി വെക്കാൻ ഇടമില്ലാതെയായിപ്പോയി. കാരണം എന്റെ ഹൃദയത്തിൽ അള്ളാഹു നിറഞ്ഞുപോയി. അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞുപോയി. ഇനി അവിടെ ഒന്നും വെക്കാൻ സ്ഥലമില്ല. എവിടെയെങ്കിലും ഇത്തിരി സ്ഥലമെങ്കിലും ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് അബൂബക്കറിനെ വയ്ക്കുമായിരുന്നു. അത്ര കൂടുതൽ ഉപകാരവും സ്നേഹവും എന്നോടുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. അപ്പൊ ഹൃദയത്തിൽ അങ്ങനെ മുഴുവനായി ആവരണം ചെയ്ത് പിടിച്ചിരിക്കുന്ന സ്നേഹത്തിനാണ് ഖലീൽ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലായിരുന്നു. ഇബ്രാഹിം ഖലീല, അള്ളാഹു തആല സമ്മതിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇടം നൽകി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചവനെ, നീ മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറയണല്ലോ, അതെങ്ങനെയാ ജീവിപ്പിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാം. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുക. സ്നേഹിതനാണല്ലോ, അതുകൊണ്ട് കൂട്ടുകാരടുത്ത് എന്തും പറയാം. സ്നേഹത്തിന് അതിരില്ല. സ്നേഹം കൂടുതലായാൽ പിന്നെ പറയുന്നതിന് അതിരില്ലാതെയാവും. എന്തും പറയാം. അള്ളാഹു തആലയും അങ്ങനെയാണ്. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനോടുള്ള യഥാർത്ഥമായ സ്നേഹത്തിന്റെ പേരിൽ അതിന് കടന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അള്ളാഹു തആലയ്ക്ക് അതിനോട് വെറുപ്പൊന്നുമില്ല, ഇഷ്ടമാണ്. പക്ഷെ യഥാർത്ഥ സ്നേഹത്തിലായിരിക്കണം പറയുന്നത്. കപട സ്നേഹത്തിൽ വല്ലതുമൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനെ കുറിച്ച് പറയുകയും അള്ളാഹുമായിട്ട് വലിയ അടുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു കളയരുത്. സ്നേഹം യഥാർത്ഥമായിരിക്കും. ആ യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ അള്ളാഹു തആലയ്ക്ക് അവർ പറയുന്ന വാക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ഒരു വെറുപ്പും അള്ളാഹു തോന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകളുണ്ട്, അവരെ കണ്ട എല്ലാവർക്കും വെറുപ്പ് തോന്നും. ആരും അവരുമായി അടുക്കാൻ നിൽക്കുകയില്ല. കാരണം അവരുടെ രീതിയും സ്വഭാവവും ഒക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ അവരെന്തെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഉറപ്പായിട്ട് അള്ളാഹ് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് അങ്ങനെ തന്നെ നടപ്പിലാക്കി കളയും. അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളെ കാണാം, അവര് വലിയ സുന്ദരന്മാരൊന്നും ആയിരിക്കില്ല. അവർക്ക് വലിയ ജീവിതത്തിലെ ആഡംബരങ്ങളൊന്നും കാണൂല. അവരെ കണ്ട വലിയ നല്ല ഉയർന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല കുളിച്ച് മിനുങ്ങി ഒക്കെ നടക്കുന്നവരായിരിക്കില്ല. അവരുടെ മുടിയെല്ലാം ഇങ്ങനെ പാറി പറന്ന് കിടക്കും. അവരുടെ ശരീരമെല്ലാം മുഷിഞ്ഞ് പൊടി പിടിച്ചതായിരിക്കും. അതുകൊണ്ട് ആരും വലിയ മതിപ്പൊന്നും അവർക്ക് കൽപ്പിക്കില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മതിപ്പുള്ളവരായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാവശ്യം പള്ളിയിൽ ചില സഹാബാക്കളോടൊപ്പം ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ കടന്നുപോയി. വെളിയിൽ കൂടെ ഒരാളിങ്ങനെ നടന്നുപോയി. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആരും കണ്ട ഒരു വിലയൊന്നുമില്ല, ആരുടെ മുമ്പിലും ഒരു സ്ഥാനവും മതിപ്പൊന്നുമില്ല. അങ്ങനത്തെ ഒരാൾ. സാധാരണ സഹാബാക്കൾ ആളെ വലിയ ഗൗരവത്തിലൊന്നും എടുക്കാറില്ല. കടന്നുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളോട് ചോദിച്ചു, ആ പോകുന്ന ആളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെന്താ ഇയാളെ കുറിച്ച് പറയുന്നത്, അഭിപ്രായം എന്താണ്? അപ്പോൾ ഇരുന്ന സഹാബാക്കൾ പറഞ്ഞു, തങ്ങളെ ഒരു പാവം സാധു മനുഷ്യനാണ്, ആരുടെ മുമ്പിലും ഒരു വിലയില്ല. അങ്ങനെ ആരുടെങ്കിലും പോയി വല്ലതും ചോദിച്ചാൽ കൊടുക്കൂല. ഏതെങ്കിലും വീട്ടിൽ പോയി വിശപ്പിനൊരു ആഹാരം ചോദിച്ചാൽ പോലും അയാൾക്ക് കൊടുക്കാൻ ആളുകൾ തയ്യാറാവില്ല, കൊടുക്കൂല. ഏതെങ്കിലും വീട്ടുവാദക്കൽ അദ്ദേഹം പോയാൽ ആ അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഈ മദീനയിലുള്ള ഏതെങ്കിലും വീട്ടിൽ അദ്ദേഹം വല്ല കല്യാണം ആലോചിച്ച് പോയാൽ ആരും പെണ്ണ് കെട്ടിച്ചു കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ ആലോചന ആരും സ്വീകരിക്കുകയില്ല, തള്ളിക്കളയും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർക്കെങ്കിലും ശുപാർശ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോയി വേറെ ആരോടെങ്കിലും മധ്യസ്ഥനായിട്ട് എന്തെങ്കിലും കാര്യം പറയാൻ ഒരാൾക്ക് വേണ്ടി പോയാൽ ഈ മനുഷ്യൻ പോയാൽ ആരും ഭവിക്കില്ല.
ആ വാക്കിന് ഒരു വിലയില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ടും വേറെ ഒരാൾ, നല്ല ഒരു മനുഷ്യൻ, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മിനുങ്ങി നല്ല ടിപ് ടോപ്പില് വലിയ ഒരു ഒട്ടകത്തിൽ കുതിരപ്പുറത്ത് നല്ല അന്തസ്സായിട്ട് നല്ല ഗമയ്ക്ക് പോകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട്, അതേ ആളുകളോട് ചോദിച്ചു, ആ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ആള് പ്രമാണിയാണ്, നാട്ടില് വലിയ മതിപ്പ് സ്ഥാനമുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തെ എല്ലാവരും നേതാവാക്കിയിരിക്കുകയാണ്, ഏത് പ്രശ്നത്തിലും അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കപ്പെടും, ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അദ്ദേഹമാണ് പറഞ്ഞു തീർക്കുന്നത്, അദ്ദേഹം പറഞ്ഞാൽ പിന്നെ ആരും എതിര് ചെയ്യുകയില്ല, അങ്ങനെ തന്നെ അംഗീകരിക്കും, വാക്കിന് വിലയുള്ള ആളാണ്. മദീനയിൽ ഏത് വീട്ടിൽ അദ്ദേഹം പോയി കല്യാണം ആലോചിച്ചാലും ചോദിക്കുന്നതിന് മുമ്പേ കെട്ടിച്ചു. അദ്ദേഹം ആലോചിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ കുടുംബത്തിന് അഭിമാനമായി അന്തസ്സായി കണക്കാക്കും. അങ്ങനത്തെ വലിയ മനുഷ്യനാണ്, കാശും പണവും ഒക്കെ ഉണ്ട്, ആരോട് എന്ത് ചോദിച്ചാലും കൊടുക്കും. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യം നടത്തിക്കൊടുക്കലേ എല്ലാവരും അന്തസ്സായിട്ട് കണക്കാക്കുന്ന ആളാണ്. അത്ര വലിയ പ്രാധാന്യമുള്ള പ്രമാണിയായ ആളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കടന്നു പോയി കഴിഞ്ഞ് സഹാബാക്കളോട് പറഞ്ഞു, ഈ രണ്ടാമത് പോയ മനുഷ്യന്മാര് അങ്ങനത്തെ അയാളെ പോലത്തെ ഭൂമി നിറച്ച ആളുകളുണ്ടെങ്കിലും ആദ്യം പോയ ആളുടെ ഒപ്പം എത്തൂരാണ്. ആദ്യത്തെ ആ ഒരാളുടെ സ്ഥാനമില്ല അള്ളാഹുവിന്റെ അടുക്കൽ. ഈ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ആളുകളെ പോലെ ലോക ഭൂമി നിറച്ചു അതുപോലത്തെ ആളുകളാണ്. അത്രയും ആളുകളുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കൊരു വിലയില്ല. ആദ്യം പോയ ആളുടെ സ്ഥാനത്തൊട്ട് എന്താണ് ഒപ്പില്ലാത്തത്. തങ്ങൾ എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ചില അള്ളാഹുവിന്റെ അടിമകളുണ്ട്, ദാസന്മാർ, അവരെ കണ്ടാൽ ആർക്കും മതിപ്പ് കാണുകയില്ല, പൊടി പിടിച്ച് മുഷിഞ്ഞ് പൊടിയെല്ലാം പാറിപ്പറന്ന് ഒക്കെ നടക്കും. പക്ഷെ അവരുടെ മനസ്സിൽ അള്ളാഹു, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നിറഞ്ഞിരിക്കും. അതുകൊണ്ട് അവരെന്തെങ്കിലും കാര്യം അള്ളാഹുവിനോട് ഇങ്ങനെ നടക്കുള്ളൂ എന്ന് സത്യം ചെയ്ത് പറഞ്ഞ് അങ്ങനെ നടക്കും. അള്ളാഹു തആല അങ്ങനെ ആക്കിക്കളയും. എന്തെങ്കിലും കാര്യം അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. അതിന് മാറ്റം വരുത്താൻ ആർക്കും സാധിക്കുകയില്ല. ഒരുപാട് സഹാബാക്കളുടെ സംഭവം, ഒരുപാട് സഹാബാക്കളുടെ ഒരു സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പറമ്പിനടുത്ത് ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ സ്ത്രീ ഖലീഫയുടെ അടുക്കൽ ഇദ്ദേഹത്തെ കുറിച്ച് പോയി പരാതി പറഞ്ഞു. അദ്ദേഹം എന്റെ ഭൂമിയുടെ അതിര് വെട്ടി അദ്ദേഹത്തിന്റെ ഭൂമിയിൽ ചേർത്ത് എന്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. പരാതി. വല്ലാത്ത ശല്യമാണ് അയാളെ കൊണ്ട്, എന്റെ അയൽവക്കത്ത് താമസിക്കുന്നു, എന്റെ പറമ്പെല്ലാം വെട്ടിപ്പിടിക്കലാണ് ഇയാൾക്ക് ജോലി, അങ്ങനെ ഒരുപാട് സ്ഥലം വെട്ടിപ്പിടിച്ച് കൈയടക്കി വെച്ചിരിക്കുകയാണ്, എനിക്ക് വിട്ടുതരുന്നില്ല, വലിയ ശല്യമാണ് ഇയാളെ കൊണ്ടെന്ന് വെറുതെ പോയി പരാതി പറഞ്ഞു. കാരണം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പറമ്പും ഈ സ്ത്രീയുടെ പറമ്പുമായിട്ട് വളരെ അടുത്താണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ നല്ല മരങ്ങളുണ്ട്, നല്ല നിരന്ന നല്ല സ്ഥലമാണ്, നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടെ കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു പോയി പരാതി പറഞ്ഞതാണ് ഖലീഫയുടെ അടുത്ത്. സഅദ് റളിയല്ലാഹു അൻഹു പ്രധാനിയായ സഹാബിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പരാതി പറഞ്ഞാല് കേൾക്കുമ്പോ തന്നെ അദ്ദേഹം വിട്ടുകൊടുത്തേക്കോ, എനിക്ക് വേണ്ട, വേണമെങ്കിൽ ആ സ്ഥലം മുഴുവനും ഞാൻ കൊടുത്തേക്കാം, എന്നാലും വേണ്ട, പരാതി ഇല്ലാതിരുന്നാൽ മതി എന്ന് വിചാരിച്ച് വിട്ടുതരും, എനിക്കത് ലാഭമാകുമല്ലോ, വിട്ടുതരുമ്പോ പ്രയോജനമാണല്ലോ എന്നൊക്കെ ഓർത്ത് പോയി പരാതി പറഞ്ഞതാണ്. സഅദ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തേക്കും. അവസാനം ഖലീഫയുടെ അടുക്കൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമാണെന്ന് തോന്നുന്നു, ഖലീഫയുടെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. ഖലീഫ ആളെ വിട്ട് വിളിപ്പിച്ചു. സഅദ് റളിയല്ലാഹു വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ നബി തങ്ങളുടെ സഹാബിയല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എത്ര കാലം ജീവിച്ചതാ, ആ പാവം ആ സ്ത്രീയുടെ ഭൂമി എന്തിനാ നിങ്ങൾ കൈയടക്കുന്നത്, എന്തിനാ വെട്ടിപ്പിടിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ആവശ്യം, പുറത്തെടുത്തിട്ട് അല്ലാഹ് തന്നിട്ടില്ലേ, ഉള്ളത് പോലെ എന്നൊക്കെ, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണമെന്ന് ഖലീഫ. സഅദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം ചോദിക്കുന്നത് ഖലീഫയാണ്, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് വെറുതെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് പരാതി സ്വീകരിച്ച് എന്നോട് ഇത് ചോദിച്ചല്ലോ
സഅദ് റളിയല്ലാഹു അൻഹു താങ്ങാൻ പറ്റില്ല. സഅദ് റളിയല്ലാഹു അൻഹു ഖലീഫയോട് ചോദിച്ചു, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞാൻ നേരിട്ട് കേട്ടതാണ്, ആരെങ്കിലും ഒരാള് മറ്റൊരാളുടെ ഒരു ചാൺ ഭൂമി എങ്ങാനും പിടിച്ചെടുത്താൽ അല്ലാഹു തആല 7-ാം ഭൂമിയുടെ അടിവരെ കുഴിച്ച് ആ മണ്ണ് മുഴുവനും എടുത്ത് ഇവനെ കൊണ്ട് ചോപ്പിച്ച് അവന്റെ കഴുത്തിൽ മാലയാക്കിയിട്ട് നാളെ മസ്തറയിൽ കൊണ്ടുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഇത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ആരുടെയെങ്കിലും ഭൂമിയിൽ കൈവയ്ക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖലീഫ ഇത് കേട്ടപ്പോ വേറെ തെളിവൊന്നും വേണ്ട, ആ പെണ്ണ് വെറുതെ പരാതി പറഞ്ഞതാണ് എന്ന് ഉറപ്പായി. അങ്ങനെ ഉണ്ടല്ലോ, തെളിവൊന്നും ഇല്ലെങ്കിലും ജഡ്ജിമാർക്ക് കേസിന്റെ നിജസ്ഥിതി സ്വന്തമായ നിലയിൽ വെളിപ്പെടും, മനസ്സിലാകുമ്പോ അത് വെച്ച് വിധി പറയും, തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും. ഇതേപോലെ വേറെ തെളിവൊന്നും ചോദിച്ചില്ല, ഒരു സാക്ഷിയെയും ചോദിച്ചില്ല. ഇദ്ദേഹത്തിന്റെ ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ കുറിച്ച് പറഞ്ഞ ഈ ഒറ്റ വാക്ക് തന്നെ മനസ്സിലെത്ര തട്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് ബോധം വന്ന് മനസ്സിലായി. അതുകൊണ്ട് സാദ് നിന്റെ ഭൂമി പിടിച്ചെടുക്കില്ല എന്ന്. എന്നിട്ട് സാദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറഞ്ഞു, പഠിച്ചവനെ, ഈ പെണ്ണ് കള്ളവാ പറയുന്നതെങ്കിൽ ഇതിന്റെ വയസ്സ് നീട്ടിക്കൊടുത്ത് ഇതിന്റെ കണ്ണിന് കാഴ്ചയും നഷ്ടപ്പെടുത്തി ആ പെണ്ണ് വാദിച്ച അതേ ഭൂമിയിൽ തന്നെ അതിന്റെ മരണവും സംഭവിപ്പിക്കണം ദുആ ചെയ്ത് പറഞ്ഞ സമയത്ത് അല്ലാഹുമ്മ ആമി ബസറഹാ വാത്തിൽ ഉംറഹാ വഖ്തുൽഹാ ഫി അർദിഹാ. സഹിക്കാൻ വയ്യാതെ ഒരു മനുഷ്യനെ കുറിച്ച് പറയേണ്ടതല്ലേ പറയാവുള്ളൂ, അതിന് വിട്ട് പറയാൻ പാടില്ല. അതിന് വിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ സഹി കെട്ടുപോകും. സഹി കെട്ടുപോയി നല്ലവരാണ് അവർ അല്ലാഹുവിന്റെ അടുക്കൽ വല്ലതും പറഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ ഒക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നു, മുഅ്മിനീങ്ങൾ, ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞ ആളുകൾ നിങ്ങളെ നോക്കി നിങ്ങളോട് അഭിപ്രായം പറയുന്നതോ നിങ്ങളെ കുറിച്ച് വല്ലതും പറയുന്നതോ സൂക്ഷിച്ചോളണോ. ഇത്തഖു ഫറാസത്തൽ മുഅ്മിൻ. ഈമാനുള്ള മനുഷ്യൻ എന്തെങ്കിലും വല്ലതും മുഖത്ത് നോക്കി പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു പോകും. അതുകൊണ്ട് ഹൃദയത്തിൽ ഈമാനുള്ള ആൾക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറയാതെ സൂക്ഷിച്ചോളണം. ചിലപ്പോൾ നല്ലതും പറയും, നല്ലത് പറഞ്ഞാൽ അങ്ങനെ തന്നെയാവും, നല്ലത് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഒരുപാട് മഹാന്മാരെ കുറിച്ച് നല്ല ആളുകൾ അവരുടെ ചെറുപ്പത്തിൽ നല്ല അഭിപ്രായങ്ങൾ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പത്തിൽ കൊച്ചുകുട്ടിയായി മദ്രസയിൽ ഇങ്ങനെ ഖുർആൻ ഓതാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു. ആ മഹാൻ ഈ കുട്ടി നടന്നു പോകുന്ന കണ്ടേച്ച് അടുത്തിരുന്ന ആരോട് പറഞ്ഞു, ഒറ്റവൻ, ആ ചെറുക്കൻ അവന് വലിയ പ്രശസ്തി ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞു. ചെറുപ്പത്തിലെ മദ്രസയിൽ ഓതാൻ പോകുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരുന്നപ്പോ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞതാ, ഒറ്റ വാക്ക്, എവിടെ എത്തി? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ പ്രശസ്തി എവിടം വരെ എത്തി? ഈ നിലയിൽ ആയിപ്പോകും ചില ആളുകൾ പറഞ്ഞ നല്ലത് പറഞ്ഞു. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് സൂക്ഷിച്ചോളണം, ചില കാര്യങ്ങൾ നോക്കി പറഞ്ഞു കളിക്കും. അപ്പോ സഹി കെട്ട് സാദ് റളിയല്ലാഹു അൻഹു നിവൃത്തിയില്ലാതെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൂടി. അവസാനം ഈ പെണ്ണ് ഒരുപാട് വയസ്സായി, തീരെ അങ്ങ് അവശതയായി, നടക്കാനും നിവൃത്തിയില്ല, ഉള്ള പറമ്പ് നോക്കാനും നിവൃത്തിയില്ല, വേറെ ആരും സഹായിക്കാനില്ല. എന്നാലും വിഷമിച്ച് വടിയും കുത്തിപ്പിടിച്ചൊക്കെ ഇറങ്ങി പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കും, നോക്കാൻ വേണ്ടി വേറെ ആരുമില്ല. കുറെ കഴിഞ്ഞപ്പം കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് നടക്കാൻ നിവൃത്തിയില്ലാതെ ഏന്തി വലിഞ്ഞ് ഒക്കെ നടന്ന് ഒരുപാട് പ്രായമായിപ്പോയി, പ്രായം കൂടിപ്പോയി. അവസാനം അങ്ങനെ ഒരു ദിവസം ഇറങ്ങി നടന്നപ്പോ സ്വന്തം പറമ്പിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോ ഒരു കുഴി ഉണ്ടായിരുന്നു, അതിൽ ചെന്ന് അപ്പൊ അവരിങ്ങനെ നടന്ന് വിഷമിച്ച് വടിയും കുത്തിപ്പിടിച്ച് നടക്കാൻ നിവൃത്തിയില്ലാതെ കിടപ്പിലായി, അവശതയായി, കണ്ണിന് കാഴ്ചയില്ലാതെ ആയപ്പോൾ ആരോ പോയി ചോദിച്ചു, എന്താ ഇത്രയും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? നിങ്ങൾ വേണ്ടാത്തൊന്നും ചെയ്തില്ലല്ലോ, നന്നായിട്ടൊക്കെ ജീവിച്ചിരുന്നതാണല്ലോ, ഇത്രയും പ്രയാസം എന്താ, ഇങ്ങനെ കിടന്ന് നരകിക്കുന്നത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അസാബത്തിനി ദാവത്ത് സാദിൻ, സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ എന്നെ പിടികൂടിയതാ, അദ്ദേഹം എനിക്കെതിരെ ദുആ ചെയ്തത് വലിച്ചു പോയതാണ്. അവർക്ക് സ്വന്തം മനസ്സിലായി. ഇങ്ങനെ ചില അല്ലാഹുവിന്റെ അടിമകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്നേഹത്തിന്റെ പേരിൽ അങ്ങനത്തെ ആളുകൾ പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്തു. അതിൽ അല്ലാഹുക്കൊരു കെറുവുമില്ല, അവരോട് വെറുപ്പുമില്ല, അങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കുന്നു. ഒരുപാട് ആളുകളുണ്ട്.
ധാരാളം സംഭവങ്ങൾ അങ്ങനത്തെ ആളുകളെ കുറിച്ച് ഹദീസിന്റെ കിതാബുകളിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചവനെ നീ മരിച്ചവരെ ജീവിപ്പിക്കണേ എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കോപം വരേണ്ടതാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാ ചോദിച്ചത്, അതുകൊണ്ട് ദേഷ്യമൊന്നും വന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് അള്ളാഹ് ചോദിച്ചു, ഇബ്രാഹിം നിനക്ക് ഇതുവരെയും വിശ്വാസം വന്നിട്ടില്ല, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് നീ എല്ലാവരുടെ പറഞ്ഞു നടക്കണം, നീ അതിനെക്കുറിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നിനക്ക് ഇതുവരെയും വിശ്വാസം വന്നില്ല അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, പഠിച്ചവനെ വിശ്വാസമൊക്കെ ഉണ്ട്, നല്ല ഉറപ്പാ മനസ്സിൽ നീ ചെയ്യും. എന്നാലും എനിക്കൊന്നത് കാണാൻ വലിയ ആഗ്രഹം. അതെങ്ങനെയാണെന്ന് കണ്ടാല് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണല്ലോ. കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിൽ ഉറയ്ക്കും കണ്ട് മനസ്സിലാക്കിയ. അതുകൊണ്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്റെ മനസ്സിലൊരു സമാധാനം കിട്ടാൻ, അല്ലാണ്ട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, 4 പക്ഷികളുടെ പേര് പറഞ്ഞു കൊടുത്തു. ഈ 4 എണ്ണത്തിനെയും പിടിക്കാൻ പറഞ്ഞു. പിടിച്ച് 4 എണ്ണത്തിനെ അറക്കാൻ പറഞ്ഞു. 4 പക്ഷികളെയും അറുത്ത് അതിനെ എല്ലാം കഷ്ണിക്കാൻ പറഞ്ഞു. എല്ലാത്തിനെയും കഷ്ണമാക്കി എന്നിട്ട് കുഴയ്ക്കാൻ പറഞ്ഞു. എല്ലാം കൂടെ കൂട്ടി ഇളക്കി കുഴച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 4 മല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ 4 മലയുടെ മുകളിൽ നിറുകലും കൊണ്ടുപോയി ഓരോ പിടി വാരി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാ പക്ഷിയുടെയും കഷ്ണങ്ങൾ ഇതിനകത്ത് ചേർന്ന് പോയിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടുണ്ട്. 4 മലയിലും കൊണ്ടുപോയി കുറേശ്ശെ വെച്ചേക്കാൻ പറഞ്ഞു. വെച്ചിട്ട് വന്നപ്പോ പറഞ്ഞു, നീ പിടിച്ച 4 പക്ഷിയിൽ ഓരോന്നിന്റെയും പേര് പറഞ്ഞു വിളിക്കാം. ഓരോന്നിന്റെയും പേര് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. പിടിച്ച പക്ഷി കാക്കയാണെങ്കിൽ കാക്ക, തത്ത, മൈന, പ്രാവ്, 4 എണ്ണമാണെന്ന് കൂട്ടിക്കൊള്ളി. ഉദാഹരണത്തിന്, ഇതൊന്നും അല്ല കേട്ടോ, ഉദാഹരണത്തിന്. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് കൈ നീട്ടി വെച്ചിട്ട് തത്തയെന്ന് വിളിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. തത്തയുടെ കഷ്ണങ്ങൾ ഓരോ മലയിലും ഉള്ളത് ഓരോ മലയിൽ നിന്നും പറന്ന് എഴുന്നേറ്റ് മുകളിൽ വന്ന് പരസ്പരം ഇത് തമ്മിൽ ചേർന്ന് എപ്രകാരം നേരത്തെ ഉണ്ടായിരുന്നോ അതേപോലെ ആയിട്ട് പറന്നു വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അടുത്തത് മൈനയെ വിളിച്ചപ്പോഴും ഇതേപോലെ തന്നെ. 4 പക്ഷിയും വന്ന് കയ്യിലെത്തിക്കഴിഞ്ഞപ്പോ അള്ളാഹ് ചോദിച്ചു, ഉറപ്പായോ നീ? മതിയോ? കണ്ടിട്ട് മനസ്സിലായോ? ആ, ഉറപ്പായി. സംഭവിക്കുന്നു. എനിക്ക് മനസ്സിന് സമാധാനമായി കണ്ടപ്പോ. ആര് നിഷേധിച്ചാലും ഞാൻ നിഷേധിക്കല. കഥയല്ല. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي قَالَ فَخُذْ 4 مِنَ الطَّيْرِ فَصُرْهُنَّ إِلَيْكَ ثُمَّ اجْعَلْ عَلَى كُلِّ جَبَلٍ مِنْهُنَّ جُزْءًا ثُمَّ ادْعُهُنَّ يَأْتِينَكَ سَعْيًا وَاعْلَمْ أَنَّ اللَّهَ عَزِيزٌ حَكِيمٌ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു തന്ന സംഭവമാണ്. വെറുതെ കഥയല്ല കേട്ടോ, കഥ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു തന്ന സംഭവമാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ സ്നേഹത്തിന്റെ പേരിൽ ചോദിച്ചു. അള്ളാഹു വലിയ ഇഷ്ടമായി അള്ളാഹ് കാണിച്ചു കൊടുത്തു. നമ്മളൊക്കെ ചോദിച്ചാൽ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംഭവിക്കുക, അല്ലാതെ ഇങ്ങനെ കാണിച്ചു തരാനൊന്നും നിൽക്കില്ല. അത് സ്നേഹത്തിന്റെ പേരിലാണ്. അള്ളാഹുമായിട്ടുള്ള അടുപ്പവും സ്നേഹത്തിന്റെയും പേരിൽ അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അങ്ങോട്ട് അടുത്ത്. പക്ഷെ വേറെ കാര്യമുണ്ട്. നിബന്ധന എന്താ? ഹൃദയത്തിൽ അള്ളാഹ് മാത്രമേ കാണാവുള്ളൂ, വേറെ ഒന്നും കാണരുത്. വേറെ എന്തെങ്കിലും വന്നുപോയാൽ തകരാറാണ്. അല്പമെങ്കിലും ഹൃദയത്തിൽ ഇടം നൽകി വേറെ എന്തെങ്കിലും സാധനത്തെ കയറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിചാരിക്കുന്ന കാര്യം അങ്ങനെ നടക്കില്ല. അഥവാ നടന്നാൽ അല്ലാഹു തആല പരിശോധിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ചിലപ്പം വിചാരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ അള്ളാഹ് നടത്തിത്തരും. കാഫിറിനും അള്ളാഹ് നടത്തിക്കൊടുക്കും. ഫിർഔനക്ക് അള്ളാഹ് നടത്തിക്കൊടുക്കും. നൈൽ നദി വറ്റിപ്പോയി ഒരു പ്രാവശ്യം, വെള്ളമില്ല. ആളുകളൊക്കെ വന്ന് ഫിർഔന്റെ അടുത്ത് പറഞ്ഞു, വെള്ളമില്ല, നൈൽ നദി വറ്റിപ്പോയി, ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല, കുടിക്കാൻ വെള്ളമില്ല, കനാലിൽ കൂടെ ഒന്നും വെള്ളം വരുന്നില്ല, ആറ്റിലും വെള്ളം കുറവാണ്, വരണ്ട് കിടക്കുന്നു. ഫിർഔൻ കൽപ്പന കൊടുത്തു, ഒഴുകട്ടെ നൈൽ നദി പഴയതുപോലെ. ഫിർഔന്റെ കൽപ്പന ഉണ്ടാകുന്ന താമസം നൈൽ നദി നിറഞ്ഞു എല്ലാ സ്ഥലത്തും. അപ്പൊ എന്താ അല്ലാഹു തആല നടത്തിക്കൊടുത്തത്? ഫിർഔനോട് അല്ലാഹുക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ? അല്ല, അല്ലാഹ് നടത്തിക്കൊടുക്കും. എന്താ കാരണം? അല്ലാഹു തആല അവനെ വിട്ടുകൊടുത്തേക്കാണ്. നീ റബ്ബാണെന്നല്ലേ പറയണേ, നടക്കട്ടെ നിന്റെ കാര്യം. നീ എത്ര മുകളിലേക്ക് വരും റബ്ബായിട്ട്? ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫിറഔന്റെ വലിയ പിയാണ് പ്രധാനമന്ത്രി. ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാമാനെ ഈ മൂസ വന്നേക്ക് അലൈഹിസ്സലാം
ആകാശത്തിലുള്ള ഒരു റബ്ബുണ്ട്, എന്നെക്കാളും വലുതാണ്, നമ്മുടെ അധികാരമെല്ലാം ആ പുള്ളിക്കാരെ പിടിച്ചെടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ആ പുള്ളിനെ അനുസരിക്കണമെന്ന് പറയുന്നു. ആകാശത്തിലെന്നാ പറഞ്ഞത് നമുക്ക് അയാളെ ശരിയാക്കണം, ശരിപ്പെടുത്തണം, അതിന് ആകാശത്തിൽ കയറണം, ഒരു കാര്യം ചെയ്യും, ഒരു ഭയങ്കര ഒരു കെട്ടിടം പണിയാൻ പറഞ്ഞു മേപ്പോൾ വലിയ പൊക്കത്തിൽ. മൂസ ആകാശത്തിലുള്ള ദൈവത്തെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയൊന്നും ഒരു റബ്ബൊന്നും ഇല്ല, വെറുതെ കള്ളം പറയണതായി മൂസ, അതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കട്ടെ, പണിയാൻ മതി. ഹാമാൻ പണിതു, ആളുകളെ വിളിച്ചു, മാസങ്ങളോളം കൊണ്ട് പണിതു, ഭയങ്കരമായിട്ട് പൊക്കത്തില് മൈലുകളോളം ഉയരത്തിൽ പണിതു. എന്നിട്ട് അതിന്റെ മോളിൽ കയറിയിട്ട് നേരെ അമ്പ ചെയ്തു. അള്ളാഹു അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ ഇനി വെച്ചേക്കിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറഞ്ഞു, ആ അമ്പ് പിടിച്ച് രക്തത്തിൽ മുക്കി ചുറ്റിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ആ അമ്പെടുത്ത് പിടിച്ച് രക്തത്തിൽ മുക്കിയിട്ട് താഴേക്ക് ഇട്ട് കൊടുത്ത് ഫിറഔന്റെ അടുക്കൽ തിരിച്ചു വന്നു. അമ്പ നോക്കിയപ്പോ രക്തം. ക്ലോസ്. മൂസയുടെ റബ്ബ് തീർന്നുപോയി, ഇനിയില്ല. മൂസയുടെ റബ്ബിനെ ഞാൻ കൊന്നിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഫിറോൻ പറഞ്ഞു. അള്ളാഹ് അതിനും കൊടുത്തു. വേണമെങ്കിൽ ആ കെട്ടിടം പൊളിച്ച് താഴെ കളിച്ചാൽ ഫിറോൻ ചത്തുപോകുമായിരുന്നു. പക്ഷെ അള്ളാഹു താല വിട്ടു. ഇങ്ങനെ അള്ളാഹു താല ഫിറോനക്കും കാണിച്ചു കൊടുക്കും. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, വിശ്വസിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, വലിയ കറാമത്തൊക്കെ കാണും. നിസ്കരിക്കാതെ നടക്കുന്ന ആൾക്കാർ കറാമത്തൊക്കെ കാണിക്കൂലേ? നമ്മുടെ ഇവിടെ നിസ്കരിക്കാതെയും നോമ്പ് വയ്ക്കാതെ നടക്കുന്ന നിഷേധികൾ, കഞ്ചാവ് പഠിച്ചു നടന്ന അവരും കാണിക്കും കറാമത്ത്. എല്ലാവരും വിചാരിക്കും പോലെ ഔലിയാക്കളായതുകൊണ്ടാണ് കറാമത്ത് കാണിക്കുന്നത്. അതിന്റെ പേര് കറാമത്തെന്നല്ല, അതിന്റെ ഇസ്തിദ്റാജ് എന്നൊക്കെ പറയും, കറാമത്തല്ല. എന്ന് പറഞ്ഞാൽ അവരെ പിടി അയച്ച് വിട്ടുകൊടുക്കുകയാണ് അള്ളാഹു തആല. നീ എന്തോരം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇതിന്റെ വലിയ കറാമത്തിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ ചെയ്യുന്ന കറാമത്തിന്റെ ഏറ്റവും പൂർണ്ണ രൂപം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ദജ്ജാൽ വരും. ദജ്ജാൽ എന്തെല്ലാം കറാമത്താ കാണിക്കുന്നറിയോ ഇവിടെ വന്ന്? സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നു ദജ്ജാലിന്റെ കറാമത്തുകളെ കുറിച്ച് ഇവിടെ വന്ന് കാണിക്കുന്നു. ദജ്ജാൽ എന്തിനാ വരുന്നത്? ആളുകളെ നന്നാക്കാൻ വരുവോ, മോശമാക്കാൻ, കഴിപ്പിക്കാൻ വേണ്ടി വരുവോ? ദജ്ജാലിനെ കേട്ടിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നബിമാരും ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞവരുടെ ഉമ്മത്തികളെ പേടിപ്പിക്കാതെ, താക്കീത് നൽകി, മുന്നറിയിപ്പ് നൽകാതിരുന്നിട്ടില്ല. ഞാനും എന്റെ ഉമ്മത്തികളായ നിങ്ങളെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നു, വരാനിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്ങാനും ദജ്ജാൽ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പണിയില്ല, ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവിതത്തിലാണ് ദജ്ജാൽ വരുന്നത് എങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ അവനക്ക് തെളിവ് പറഞ്ഞ് അവനെ ഞാൻ ഒതുക്കിക്കോളാം. ഞാനെങ്ങാനും ഇല്ലാത്തവൻ മരണപ്പെട്ടതിന് ശേഷമാണ് ദജ്ജാൽ വരുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ അവരവരുടെ ഈമാനിനെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ദജ്ജാൽ വരുമ്പോൾ. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വരുമ്പോ അവരുടെ സ്ഥലത്ത് വരും, ആളുകളുടെ അടുത്ത് വന്ന് പറയും, ഞാൻ അല്ലാഹയാണ്, എന്നെ വിശ്വസിക്കണം, സ്വർഗവും നരകവും ഒക്കെ കൊണ്ടുവരും, ഞാൻ അല്ലാഹയാണെന്ന് പറയും. അപ്പോ ആളുകള് ഒരു സ്ഥലത്ത് വരും, അവിടെ ഒന്നുമില്ല, മാസങ്ങളായി അവർ ആഹാരത്തിന് വകയില്ല, കൃഷിയെല്ലാം ഉണങ്ങി വരണ്ട്, വയലെല്ലാം വിണ്ട് കീറി, വെള്ളവും ഇല്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കിടക്കുക. ആഹാരം കഴിക്കാൻ ഒന്നുമില്ലാതെ വിഷമിച്ച് അവർ ദാരിദ്ര്യത്തിന്റെ പാരമ്പര്യയിലെത്തി. എവിടെന്ന് ആരെന്ത് തന്നാലും അവരുടെ കൂട്ടത്തിൽ പോകാമെന്നുള്ള അവസ്ഥയിലെത്തി നിൽക്കുകയായിരിക്കും. ഈ സമയത്താണ് ദജ്ജാൽ അവിടെ വരുന്നത്. മുൻഹിലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കടുത്ത ദാരിദ്ര്യത്തിലാകുമ്പോൾ വരും. എന്നിട്ട് അവരോട് പറയും, ഞാൻ അല്ലാഹയാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കണം, അല്ലാഹ് ഞാനാണ്, ബാക്കിയുള്ളവരൊക്കെ അല്ലാഹ് വേറെയാണെന്ന് പറഞ്ഞത് ചുമ്മാ ആണ്, ഞാനിപ്പം വന്നിരിക്കുക നിങ്ങളുടെ അടുത്തേക്ക്, എന്നെ നിങ്ങൾ വിശ്വസിക്കും, എന്നെ ആരാധിക്കും. അപ്പൊ ആളുകള് വിസമ്മതം, പെട്ടെന്ന് സമ്മതിക്കാനൊരു മടി തോന്നും. അപ്പോ ദജ്ജാൽ കാണിച്ചു കൊടുക്കും അടയാളം, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അടയാളം. അല്ലാഹ് ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിച്ച് ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിക്കുന്നു, വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ എല്ലാം അല്ലാഹു തആല ബലഭൂയിഷ്ഠമാക്കുന്നു. ഇങ്ങനെയൊക്കെ അല്ലേ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് അള്ളാഹിനെ അറിയാൻ പാടില്ലേ? അറിയാമോ അള്ളാഹിനെ? എന്നാ അത് തന്നെ ഞാൻ പെയ്യട്ടെ മഴ എന്ന് പറയും ആകാശത്തിൽ നിന്ന്. അപ്പൊ തന്നെ മഴ പെയ്യും, ആകാശത്തിൽ നിന്ന് മഴ.
ഭൂമിയോട് കൽപ്പിക്കും കൃഷി മുളക്കട്ടെ എല്ലാം. സെക്കൻഡിനകം ആളുകൾ നോക്കുമ്പോ വയലെല്ലാം നിറഞ്ഞ് നല്ലപോലെ കൃഷി, നെല്ല്. വയലൊന്നും ഇല്ലല്ലോ അല്ലെ, എല്ലാം നികത്തിയിട്ടേക്കുക. ദജ്ജാൽ വരുമ്പോ പിന്നെ ഇവിടെ ആയിരിക്കല്ലോ വരുന്നത്, വേറെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ. ദജ്ജാൽ വരുമ്പോ വയലാക്കാൻ ഒരു പാടുമില്ല ദജ്ജാലിന്. അപ്പൊ എല്ലാ സ്ഥലത്തും കൃഷി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവര് ജീവിതത്തിൽ അത്രയും നന്നായിട്ട് കൃഷി വിളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടില്ല. ആ നിലയിൽ കതിര് നിറഞ്ഞ്, ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് നടക്കുന്നത്. മഴ പെയ്യുന്നു, ഭൂമിയിലേക്ക് വെള്ളം വലിയുന്നു, ആരും കൃഷിയൊന്നും ചെയ്തില്ല, വിത്ത് വിതച്ചില്ല, അല്ലാതെ തന്നെ എല്ലാം മുളച്ചു പൊങ്ങി വരുന്നു, കതിരായിട്ട് നിൽക്കുന്നു, മരങ്ങളെല്ലാം നിറഞ്ഞ്, പഴങ്ങള് കായകളെല്ലാം നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഈ കാഴ്ച എല്ലാം കണ്ട് ഇതെല്ലാം പറിച്ചു തിന്നോളാൻ പറയുന്നു. ഓ, അപ്പോ നോക്കിയപ്പോ ശരിയാ, അള്ളാഹ് പറഞ്ഞേക്കണ അള്ളാഹുടെ ഗുണമെല്ലാം കാണിക്കുന്നു. അലം തറ അന്ന അല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കുന്നവനാണ്, അതുകൊണ്ട് ഭൂമി കൃഷി മുളപ്പിക്കുന്നതാണെന്നൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞേക്കണം. ആയത്തുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാവും, ഇത് തന്നെ അള്ളാഹ്. എല്ലാവരും അങ്ങ് സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. സമ്മതിക്കുന്ന ആളുകൾക്ക് മുഴുവനും ദജ്ജാൽ കൊടുക്കും അവന്റെ സ്വർഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ കൂട്ടത്തിൽ സ്വർഗവും കാണും നരകവും കാണും. ഈ സമ്മതിക്കുന്ന മുഴുവൻ ആളുകളെയും ദജ്ജാൽ പ്രഖ്യാപിക്കും, ഇവരെല്ലാം സ്വർഗവാസികളാണ്, എന്റെ സ്വർഗത്തിലേക്ക് ഇവരെല്ലാം വിട്ടേക്കാൻ പറയും. ദജ്ജാലിന്റെ കൂട്ടത്തിൽ അവന്റെ ആളുകൾ കാണും, മലക്കുകളെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. ജൂതന്മാരായിരിക്കും, എല്ലാം ജൂതന്മാരായിരിക്കും. ഇസ്ഫഹാനിലെ ജൂതന്മാരായിരിക്കും. ജൂതന്മാർ വരും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും, എല്ലാ സ്ഥലത്തും വികസിക്കും. അതിനുള്ള പണിയെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്യാമെന്നാൽ അടുത്തു തുടങ്ങി. ഇസ്ഫഹാനിലെ ജൂതന്മാരായിരിക്കും. അവർ ഏത് വേഷം ധരിച്ചു വരുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലൈഹി മുത്തൈലസാൻ, പട്ടിന്റെ ചതുരത്തിലുള്ള ചതുരത്തിലുള്ള മേൽമുണ്ട് തലയിലിട്ടവരായിരിക്കും. പട്ടുകൊണ്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലൈഹി മുത്തൈലസാൻ. ഇതെല്ലാം വിട്ട് നടക്കുന്ന ജൂതന്മാർ കൂട്ടത്തിൽ കാണും. ഇവരെയൊക്കെ പിടിച്ചെല്ലാം സ്വർഗത്തിൽ കയറ്റിവിടും, വാതിലൊക്കെ തുറന്നു വിടുന്ന സ്വർഗത്തിലേക്ക് കയറും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോയവൻ നേരെ പോകുന്നത് നരകത്തിലേക്ക്. ദജ്ജാലിന്റെ സ്വർഗത്തിൽ കയറിയവർ പോകുന്നത് നരകത്തിലേക്ക്. അപ്പൊ ഇത്രയും വലിയ കറാമത്ത് കാണിക്കും. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വിശ്വസിച്ചു അവർക്കൊക്കെ സ്വർഗം കൊടുത്തു. സ്വർഗം കൊടുത്താലും അവർ സ്വർഗത്തിന്റെ അവകാശികളായി സ്വർഗത്തിൽ കടത്തിയിട്ട് ഇറക്കി വിടുകയേ ഉള്ളൂ, സ്ഥിരമായിട്ടില്ല. സ്വർഗാവകാശികളായി പ്രഖ്യാപിക്കും. ഇതെല്ലാം കഴിച്ചിട്ട് കഴിയുമ്പോൾ ദജ്ജാൽ അങ്ങ് പോകും. ദജ്ജാൽ പോകുമ്പോ അള്ളാ പഴയ വയൽ അങ്ങനെ തന്നെ കാണും. കൊയ്യാനും ഒന്നും കാണൂല, തിന്നാനും ഒന്നും കാണൂല, എല്ലാം അങ്ങനെ തന്നെ കാണും. ദജ്ജാൽ അങ്ങ് പോയപ്പോ തീർന്നു, കൺകെട്ട് മാജി, ഇതേ ഉള്ളൂ. പഴയ അവസ്ഥയിലേക്ക് അവർ മാറും. അപ്പോഴാണ് പഠിച്ചവനെ ഈമാൻ നഷ്ടപ്പെട്ടു പോയല്ലോ അള്ളാന്ന് അവർ ഓർക്കുന്നത്. വേണ്ടായിരുന്നു, ആ ശൈത്താൻ നമ്മളെ പറ്റിച്ചല്ലോ, ദജ്ജാലിന്റെ കൂടത്തിൽ കൂടി അവൻ അള്ളായാണെന്ന് സമ്മതിച്ച് നമ്മുടെ ഉണ്ടായിരുന്ന ഈമാൻ കളഞ്ഞു കൊടുത്തല്ലോ എന്ന് മനുഷ്യനൊക്കെ തോന്നുന്നു. അപ്പോഴായിരിക്കും. പക്ഷെ ഒരു ഫലവും ഇല്ല, പിന്നെ ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവർക്ക് വല്ലതും കിട്ടിയോ? അതുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോകുന്ന വഴിക്ക് വേറൊരാളുടെ വീട്ടിൽ ചെല്ലും. അവരെ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും, ഞാനാ അള്ളാ, എന്താ നിങ്ങൾക്ക് എന്താ വേണ്ട, എന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നീ അള്ളായാണെന്ന് എങ്ങനെ സമ്മതിക്കുന്നു? ഞാനാ അള്ളാ, നിങ്ങളുടെ ആവശ്യം പറ, എന്ത് വേണമെങ്കിലും ഞാൻ നടത്തിത്തരാം എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വീട്ടുകാർ പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പേര് രോഗം പിടിച്ച് മരിച്ചുപോയി, അപ്രതീക്ഷിതമായിട്ട് മരിച്ചുപോയതാണ്, അതുകൊണ്ട് വലിയ വിഷമമാണ്. അവരെല്ലാം പോയത് കൊണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെയാണോ? അതിനെന്തോ കുഴപ്പം? മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്റെ പണിയല്ലേ, ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആരെയൊക്കെ വേണം? ആരെയൊക്കെ നിങ്ങൾക്ക് കാണണം? മരിച്ചവരെ മാത്രം മതിയോ, അതോ നിങ്ങളുടെ കടന്നുപോയ കാരണവന്മാരെ വേണോ, അതിന്റെ അപ്പുറത്തുള്ളവരെ വേണോ, എത്ര തലമുറ വരെ വേണം നിങ്ങൾക്ക്? അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്താമാരും അത്തത്താമാരുടെ കാലത്തുള്ള നന്നീമാരെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം എല്ലാവരും. ഓ ശരി, റെഡി, വരട്ടെ. ദജ്ജാൽ തന്നെ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരുടെ പൂർവികന്മാർ അത്തത്താമാരുടെ കാലത്തുള്ള കാരണവന്മാരും ആ കുടുംബത്തിലുള്ള മക്കളും മക്കളുടെ മക്കളും മരിച്ചുപോയവരും എല്ലാവരും വന്നില്ല, അവരായിട്ട് നിരന്നു നിൽക്കുന്നു. ഇവര് തമ്മിൽ വലിയ കെട്ടിപ്പിടി, അത്താനെ കണ്ടു, അത്തത്താനെ കണ്ടു, മരിച്ചുപോയ മക്കളെ കണ്ടു, ഭാര്യനെ കണ്ടു, എല്ലാവരും കൂടെ കൂടി കൂട്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിയും ബഹളവും. ഓ അള്ളായാണെന്ന് സംഭവിച്ചു. പിന്നെ സമ്മതിക്കാതിരിക്കുമോ? ഇങ്ങനത്തെ വലിയ കറാമത്തൊക്കെ കാണിച്ച, ഇത്രയും വലിയ കഴിവ് കാണിക്കുന്ന ആളെ പിന്നെ അള്ളാന്നല്ലാതെ വേറെന്താ പറയുന്നത്? ഇങ്ങനെ ദജ്ജാലിന്റെ കറാമത്തുകൾ. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വിവരിച്ചു തരുന്നുണ്ട്, ഇതെന്തെല്ലാം ചെയ്യുമെന്നുണ്ട്. എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ അവസാനം നമുക്കും തോന്നി, എന്നാ പിന്നെ ആ പുള്ളീനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മുടെയും പല കാര്യവും നടത്താമായിരുന്നു.
പലതുമൊക്കെ സമ്പാദിച്ചു തരാൻ പറഞ്ഞിരുന്നെങ്കിൽ, കുറെ സ്വർണ്ണമോ വെള്ളിയോ ഒക്കെ തരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ഉണ്ടാകാൻ സ്ഥലം തങ്ങൾ പറഞ്ഞു. കൂടത്തി വരുമാർക്കെങ്കിലും വേണോ, സ്വർണം വേണമെന്ന് പറയുമ്പോൾ ഭൂമിയോട് പറയും, അകത്തുള്ള നിധിയെല്ലാം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കെന്ന് പറഞ്ഞ് ഒരു തട്ട് കൊടുക്കുമ്പോൾ സ്വർണത്തിന്റെ കൂമ്പാരം മല തന്നെ ഇങ്ങനെ പൊങ്ങി വരും, വെള്ളിയുടെ രത്നങ്ങളുടെ എല്ലാം വരും. അപ്പൊ പിന്നെ നമുക്കും തോന്നിക്കളയാം, എന്നാൽ പിന്നെ അയാൾ വന്നിരുന്നെങ്കിൽ ഒരു സ്വർണത്തിന്റെ മല കിട്ടിയ തൊഴിലാളിക്കാർക്കെല്ലാം പകുത്തെടുത്താൽ പിന്നെ കച്ചവടം വേണ്ടവെന്നും വേണ്ട, എന്തിനാ അവരുടെ കഷ്ടപ്പെടുന്നത് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് കറാമത്തുകൾ മുഴുവനും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരായി ആൾക്കാരെന്നറിയാവോ? അത്തത്തായും അത്തായും അമ്മായും ഒക്കെ ആയിട്ട് വന്നു നിൽക്കുന്നത്. ദജ്ജാലിന്റെ കൂട്ടത്തിൽ ധാരാളം ശൈത്താന്മാരുണ്ടാവും, ധാരാളം പിശാചുക്കൾ. അവരോട് കൽപ്പന കൊടുക്കുമ്പോ ഈ കഴിഞ്ഞുപോയ പൂർവികന്മാരുടെ അതേ കോലത്തിൽ ശൈത്താന്മാർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഈ പിശാചുക്കളെയൊക്കെ കണ്ടേച്ച് ഇവർ വിചാരിക്കും അത്തായാണ്, മരിച്ചുപോയ അത്തത്തായാണെന്നുള്ള കോലം കെട്ടി നിൽക്കും. അപ്പൊ എല്ലാവരും വിചാരിക്കും അവരെ കെട്ടിപ്പിടിക്കും. ഇബ്ലീസിനെ കെട്ടിപ്പിടിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ദജ്ജാൽ അങ്ങ് പോയി ഇവർ അള്ളായാണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആളങ്ങ് പോയി കഴിയുമ്പോൾ ഇബ്ലീസ് അവരുടെ പണിക്ക് പോകും, കോലം മാറും. പിന്നെ ഇവിടെ അത്തായും കാണൂല, അത്തത്തായും കാണൂല, അമ്മായും കാണുകയില്ല, ഭാര്യയും കാണുകയില്ല, മക്കളും കാണുകയില്ല, ഒന്നും കാണുക. അവസാന കാലമാകുമ്പോൾ മനുഷ്യരുടെ കോലം കെട്ടി ഇബ്ലീസുകൾ വന്ന് ജനങ്ങളോട് ദീനിനെതിരായ നിയമങ്ങൾ പറഞ്ഞു കൊടുത്ത് പ്രസംഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദജ്ജാൽ വരുമ്പോൾ മാത്രമല്ല, അതിനു മുമ്പും ഉണ്ടാവും. ആലിമീങ്ങളുടെ, വലിയ ആലിമീങ്ങളുടെ ദേശത്തിൽ ഇബ്ലീസ് കോലം കെട്ടി വന്ന് നിന്ന് ദീനിന്റെ കാര്യങ്ങൾ എതിരായ നിലയിൽ പ്രസംഗിച്ച് ആളുകളുടെ മുമ്പിൽ കേൾപ്പിക്കും. അവര് വിചാരിക്കും ഈ പറഞ്ഞത് ശരിയാണ് എന്ന്. ആള് അറിയാത്ത ആള് പറഞ്ഞതല്ല, നല്ല പരിചയമുള്ള ആളാണല്ലോ എന്ന് ആളുകളെല്ലാം അത്ഭുതപ്പെട്ട് കേട്ടുകൊണ്ടിരുന്ന് സമ്മതിച്ചു പോകും. അങ്ങനെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇബ്ലീസ് വന്ന് നിന്ന് വിളിച്ചു പറയും. പള്ളിയുടെ മിമ്പറിൽ കയറി നിന്ന് പ്രസംഗിക്കും. ആളുകൾ കേൾക്കുമ്പോൾ പ്രാസംഗികന്മാരൊക്കെ വരും, ഒരുപാട് പ്രസംഗികന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആള് വന്ന് പ്രസംഗിക്കും. അവിടെ ഉള്ള സ്ഥിരം ഖത്തീബിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ആളുകൾ വരും, വന്ന് പ്രസംഗിക്കും, വലിയ കാര്യമായിട്ട് വലിയ വാദം വരുന്നു, വലിയ മുസ്ലിയാർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരത്തിൽ പ്രസംഗിക്കും. വന്ന് നിന്ന് പ്രസംഗിക്കും. കാണ്ടിരിക്കുന്നവർ മുഴുവൻ പറയും, ഓ അത്ഭുതപ്പെട്ടിയാൾ പറഞ്ഞത് ശരിയാണ്, ആളെ എനിക്ക് എവിടെയോ കണ്ട് നല്ല മുഖപരിചയമുണ്ട്, ആളാരാണെന്ന് പറയാൻ പറ്റില്ല, പേര് ഓർക്കണില്ല. ഇങ്ങനെ തന്നെ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരിഫു വജ്ഹഹു വലാ ആരിഫു ഇസ്മഹു, പേരെനിക്ക് മനസ്സിലാകുന്നില്ല, ഓർമ്മയില്ല, പക്ഷെ മുഖപരിചയമുണ്ട് എനിക്ക് എന്നിങ്ങനെ ആളുകളെല്ലാം അന്തം വിട്ടു നിൽക്കും. അവർ പറഞ്ഞേച്ചു പോകും. കേൾക്കുമ്പോൾ സത്യമാണെന്ന് മനുഷ്യൻ വിചാരിക്കും. ഈ നിലയിൽ ഇബ്ലീസ് അവസാന കാലത്ത് മനുഷ്യർക്കിടയിൽ ഇറങ്ങി പ്രസംഗിച്ച് നടക്കുന്ന കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെ കറാമത്തുകളാണ്. അപ്പൊ ഇങ്ങനത്തെ കറാമത്തുകളൊക്കെ കാണിക്കും. ഈ കറാമത്തുകളൊക്കെ കണ്ടേച്ച് ദജ്ജാലിനെ അള്ളാഹാണെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അതുപോലത്തെ ആളുകളെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചാൽ കുഴഞ്ഞു പോകുകയുള്ളൂ. അത് കറാമത്തല്ല, മോചിതത്വമല്ല. അതിന്റെ പേര് ഇസ്തിദ്റാജ്, ഇർഹാസ് എന്നൊക്കെയാ പറയുന്നത്. അതൊക്കെ ഉണ്ടാകും. അള്ളാഹു തആല അവർക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തേക്കാണ്, നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് ചെയ്തു, നിങ്ങൾ വിചാരിക്കണമൊക്കെ നടത്തി തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ. അവസാനം ഒരു പിടി, അവസാനം ഒറ്റ പിടിയാണ്. ഈ കറാമത്ത് കാണിച്ച ആളുകളെ മുഴുവനും അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു പിടിപെടും. അല്ലെ, ഔലിയാക്കളൊക്കെ കള്ളവേഷം കെട്ടി നടക്കുന്ന ഔലിയാക്കളെയൊക്കെ കാണാൻ പാടില്ലേ? കറാമത്തൊക്കെ കാണിച്ച ആളുകളെയൊക്കെ വിശ്വസിപ്പിച്ച് കാശുകളൊക്കെ പിരിച്ച് കൂട്ടത്തിൽ കൂട്ടി കൊണ്ടു നടക്കും. കുറെ കഴിയുമ്പോൾ അവസാനം പോയി കുടുങ്ങും. എവിടെയെങ്കിലും ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിച്ചു എന്ന് പറയുന്നൊരു കേസ്. പിന്നെ അവസാനം ആള് ഒളിവിലാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നൊരു കേസ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയി താമസിച്ച് അവിടെ ശല്യം ചെയ്തു, ഒരുപാട് കാലമായിട്ട് അവിടെ താമസം, വലിയ ഔലിയായ വലിയ കറാമത്തൊക്കെ കാണിച്ച ആളുകളെയൊക്കെ കൂട്ടി അവസാനം ഒരു ദിവസം കാണാം വീട്ടിന്റെ കൊടുത്തിരുന്ന റൂമിൽ നിന്ന് മാറി അവസാനം പതുക്കെ കതക് പറഞ്ഞ് അകത്തേക്ക് കയറും. വീട്ടുകാർ അടിയാകും, നാട്ടുകാരെല്ലാം വന്ന് കൂടും. അവസാനം അടിയും കൊടുത്ത് ആളെ പറഞ്ഞുകൂടും. അതോടുകൂടി തീരും. ഇത് പൊളിയും. ചിലപ്പോൾ അല്ലാഹു തആല അവരെ വ്യക്തിപരമായ നിലയിൽ പിടിച്ച് അവഹേളിച്ച് അവരുടെ സ്ഥാനം ഇല്ലാതാക്കി കളയും. അതല്ലെങ്കിൽ അല്ലാഹു തആല നാശം വരുത്തി നശിപ്പിച്ചു കളയും. അതുവരെ ഇങ്ങനെ വിട്ടുകൊടുക്കും. ഇത് അല്ലാഹുവിന്റെ പതിവ്. അപ്പൊ അതുകൊണ്ട് കറാമത്തുകളും സാധാരണ അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ആരിൽ നിന്ന് കണ്ടാൽ കാണണതൊക്കെ ഔലിയാണെന്ന് വിചാരിച്ചേക്കരുത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വലിയ ദജ്ജാലായിരിക്കും, പിന്നെ അതിനേക്കാളും വലിയ വലിയ ഫിറഔനായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാണിച്ചിട്ടുമുണ്ട് എല്ലാ ആളുകളും. അതുകൊണ്ട് അത് വിചാരിക്കും വിശ്വസിക്കാൻ ഒക്കില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ആദ്യം പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കണം? അവരുടെ ഹൃദയത്തിൽ വിശ്വാസം എന്താണ്, അവരുടെ പ്രവൃത്തി എന്താണ്, ജീവിതം എങ്ങനെയാണെന്ന് നോക്കണം. ഈ രണ്ട് കാര്യം നോക്കിയിട്ടേ ഉള്ളൂ ഒരാളെ കുറിച്ച് ആള് നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ.
അല്ലാതെ ഒരാൾ ചെയ്യുന്ന എന്തെങ്കിലും അതിശയകരമായ കാര്യം, അസാധാരണമായ കാര്യം ആരെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് അയാളെ പിടിച്ച് വലിയാക്കാൻ നിൽക്കില്ല. അത് ഇബ്ലീസിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. 5-6 പേര് കൂടി തടി പിടിച്ചുകൊണ്ട് നിന്നു, ഭയങ്കര തടി, അനങ്ങളില്ല. കുറെ കഴിഞ്ഞപ്പം അതിലെ ഒരാൾ വന്നു, ഒരു കുശിഞ്ഞ ഒക്കെ വെട്ടി 5-6 ആളുകൾ കേട്ടോ. എന്താ അതിൽ തടി പിടിച്ചില്ല? നിങ്ങളല്ല, തടി നിങ്ങളില്ലേ, ഇത്രയുള്ളൂ. അതൊക്കെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തോണ്ടി കൊടുത്തു, വണ്ടിയിലേക്ക് തടി കയറ്റി വെച്ചു. ഓ, ആ നിന്ന മുഴുവൻ ആളുകളും വിചാരിച്ച് ഇയാൾ വലിയ വലിയാണ്, വലിയ ഔലിയാണ്. വിലായത്ത് ഉടനെ തന്നെ പിന്നെ അയാൾക്ക് വേണ്ടി എന്തെല്ലാമാ നേർച്ച കഴിക്കാനും അയാൾക്ക് ആവശ്യം നടത്താനും അയാളുടെ മഹത്വം പറയാനും അയാളുടെ രോഗികളെ കൊണ്ടുവരണം, രോഗമില്ലാത്തവരെ കൊണ്ടുവരണം, എല്ലാം കൂടി ബഹളമാകും. ഇയാൾ വലിയാണ്. എന്നാൽ പള്ളിയിലും കയറില്ല, നിസ്കരിക്കുകയില്ല, അള്ളാഹും പറയൂല, ദിക്റും ഇല്ല, തസ്ബീഹും ഇല്ല, നോമ്പും ഇല്ല. റമദാൻ മാസത്തിൽ നട്ടുച്ചയ്ക്ക് ഹോട്ടലിൽ കയറി ചായയും കുടിച്ചിട്ട് ഇറങ്ങി വരും. കൂട്ടത്തിൽ നിൽക്കണവന്മാരെല്ലാം നോമ്പ് വെച്ചോണ്ട് വെളിയിൽ നിൽക്കും. അവരിയാ കയറി ചായ കുടിച്ചിട്ട് വരും. വരുമ്പോൾ വലിയ സ്വീകരണം. അപ്പോ നിന്നിട്ട് എന്താ ചായ കുടിച്ച നീ റമദാൻ മാസമല്ലേ നോമ്പ് വയ്ക്കാത്ത എന്താ ആരെങ്കിലും ചോദിച്ചാ കേൾക്കാതെ നാക്കറിഞ്ഞി പോകും. അവലിയാരെടുത്ത് പറയും. അവലിയാണ് ഇങ്ങനെ പറയാൻ കൊള്ളാം. എല്ലാവരും വന്ന് വട്ടം കൂടിയിരിക്കും. അവലിയ നല്ല അഞ്ചാവ് അടിച്ചിട്ട് അങ്ങനെ കിറിങ്ങി നിൽക്കും. ആരെങ്കിലും ചോദിച്ചാ കയറി പൊത്തി പിടിക്കും. അവലിയായ ഉണ്ടല്ലേ, ഇതൊന്നും അവലിയാവില്ല. അങ്ങനെയൊന്നും ആരെയും പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അതിശയകരമായ അസാധാരണമായ കാര്യങ്ങൾ കാണിക്കും. അവരുടെ കൂട്ടത്തിൽ ശൈത്താനുണ്ട്. ഇവൻ കൈവച്ച് തൊട്ട് കൊടുക്കുമ്പോൾ കൂടെയുള്ള ശൈത്താൻ അതുപോലെ അങ്ങ് പൊക്കി കൊടുക്കും. പൊക്കിയെടുക്കാൻ വെച്ച് കൊടുക്കും. ശൈത്താൻ പൊക്കി വെക്കുന്ന ആരും കാണുകയില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അവർക്ക് ഇഷ്ടംപോലെ ജോലികൾ കൊടുക്കും. ജോലി ചെയ്തുകൊണ്ടിരിക്കും. വലിയ ഒരു കൊട്ടാരം പണിയാൻ വേണ്ടി, വലിയ ബൈത്തുൽ മുഖദ്ദസ് പണിയാൻ വേണ്ടി ജിന്നുകളെ ഏൽപ്പിച്ചു. പണിതുകൊണ്ടേയിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം മരിച്ചുപോയി. സുലൈമാൻ നബി അലൈഹി സ്വലാം മരിച്ചു. പണിയും കുത്തി നിൽക്കുമായിരുന്നു പണിയും നോക്കിക്കൊണ്ട്. കാരണം ആള് മാറിപ്പോയ ജിന്നുകളാണ്. അവരും ചില പണിയും നിർത്തി പോകും, പണിതിനെ പൊളിക്കുകയും ചെയ്യും. അതാ ജിന്നുകളുടെ സ്വഭാവം. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പണിയും കുത്തിപ്പിടിച്ച് നോക്കിക്കൊണ്ടൊന്ന് പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. സുലൈമാൻ നബി അലൈഹി സ്വലാം ആ നിന്ന നിപ്പിലും മരിച്ചുപോയി. അങ്ങനെ തന്നെ നിൽക്കും. ജിന്നുകൾ നോക്കുമ്പോൾ സുലൈമാൻ നബി പണിയും കുത്തിപ്പിടിച്ച് നിൽക്കുക. അതുകൊണ്ട് പേടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുക. പണിയെല്ലാം ചെയ്തെല്ലാം തീർന്നൊക്കെ കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ പണിത് നല്ല നിലയിലെല്ലാം പണിതെല്ലാം റെഡിയായി എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാണാം സുലൈമാൻ നബി അലൈഹി സ്വലാം പതുക്കെ മറിഞ്ഞു വീണു. വടി ചെതല് പിടിച്ച് തിന്നു തീർന്നു. ഒരു ദിവസം 2 ദിവസമല്ല നിന്ന്. സുലൈമാൻ നബി അലൈഹി സ്വലാം കുത്തിപ്പിടിച്ച് നിന്ന വടി ചെതല് തിന്ന് 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 തീർന്നു പോയിട്ട് വടി പൊട്ടിയപ്പോ തന്നെ മറിഞ്ഞു വീണു. അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം മരിച്ചു എന്നുള്ള വിവരം ജിന്നുകൾ അറിയും. അപ്പൊ ജിന്ന് പറഞ്ഞു, പടച്ചവനെ, ഞങ്ങൾ ഈ സർവ്വ കാര്യവും രഹസ്യവും ഈ ആൾക്കാർക്ക് അറിയാത്ത കാര്യവും അറിയാവുന്ന ഞങ്ങൾ മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുക എന്നല്ലോ. ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഇത്രയും കടുത്ത ഈ അതാവ് ഞങ്ങൾ ഏറ്റെടുക്കില്ലായിരുന്നു. എന്ത് കടുത്ത പണിയാണ് ഞങ്ങൾ ചെയ്തത്. ഈ മനുഷ്യൻ മരിച്ചുപോയത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള എത്ര നാളായി മരിച്ചിട്ട് വർഷങ്ങളോളം അങ്ങനെ നിന്നുപോയത്. فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. അല്ലാഹു തആല ഖുർആനിൽ സംഭവം പറഞ്ഞു. അപ്പോ ഇങ്ങനത്തെ ശൈത്താന്മാർക്ക്, ജിന്നുകൾക്ക് വലിയ ശക്തിയുണ്ട്. അപ്പോ പോകുന്ന ഈ ഇവൻ കൂടത്തെ ശൈത്താന്മാർ പിശാചുകളുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ എടുത്ത് വെച്ച് കൊടുക്കും വണ്ടിയിലേക്ക് തടി. അപ്പൊ ഉടനെ ഇയാളങ്ങ് വലിയ ആയിക്കോളും. അതല്ല അവലിയാക്കൾ. അവലിയാക്കളെ 2 കാര്യം പരിശോധിച്ചിട്ട് ഒരാളുടെ കൂട്ടത്തിൽ കൂടാവും. ഒന്ന്, അയാളുടെ ഹൃദയത്തിലുള്ള ഈമാൻ. ഈമാൻ എങ്ങനെ പരിശോധിക്കും? ആര് ഹൃദയത്തിൽ കയറി നോക്കാൻ ഒക്കില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കണം. അല്ലാഹുവിന്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ എങ്ങനെയാണ് അനുസരിക്കുന്നത്, അതിൽ എത്ര സൂക്ഷ്മതയുണ്ട്. അപ്പോഴല്ലേ ഹൃദയത്തിലുള്ള പേടി മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. ഏത് പെണ്ണുങ്ങൾ വന്നാലും എല്ലാരെയും വിളിച്ചു വരുത്തി മുമ്പ് ഇരുത്തി മടിയിൽ കിടത്തി തലയിൽ കൈ പിടിച്ച് എല്ലാം ഓതി ഊതി പെണ്ണിനെ എല്ലാം തലയിൽ കൊടുത്ത് നിൽക്കുന്ന ഒരാള് ഒരിക്കലും വരിയാവൂല. ഒരിക്കലും വരിയാവില്ല. വിലായത്തിന് ഏറ്റവും തടസ്സം ഇതാണ്, ഹറാമായ കാര്യം ചെയ്യുക എന്നുള്ളത്. ഹറാമായ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരിക്കലും വലിയാവില്ല. ഹറാമായ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് വിലായത്തിന് ഏറ്റവും തടസ്സമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം വന്ന് നബി തങ്ങളോട് ബൈഅത്ത് ചെയ്യുമായിരുന്നു. ആണുങ്ങൾ ബൈഅത്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിക്കും. ഓരോരുത്തരും വരും, തങ്ങളുടെ കൈ നീട്ട് ബൈഅത്ത് ചെയ്യട്ടെ, തങ്ങളുടെ കൈ നീട്ട് കൊടുക്കും ബൈഅത്ത്. പെണ്ണുങ്ങൾ വരും, പെണ്ണുങ്ങളുടെ ബൈഅത്ത് ചെയ്യാമെന്ന് വാക്ക് മാത്രം.
നിങ്ങൾ മുസ്ലിമാണ്, തെറ്റ് ചെയ്യൂല എന്ന് ഞാൻ ഏറ്റിരിക്കുന്നു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ അവരെ പരിശോധിച്ച് അവർ പറയുന്നത് ഉറപ്പാണോ, മനസ്സിൽ വിശ്വാസത്തോടെയാണോ പറയുന്നത് എന്ന് നോക്കിയിട്ട് അവരോട് തങ്ങൾ ബൈഅത്ത് ചെയ്യണം. എങ്ങനെ ബൈഅത്ത് ചെയ്തു? മാ മസ്സത് യദുഹു യദംറഅത്തിൻ ഖത്തു. ആരാ പറയേണ്ടത്? വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു തെറ്റായ പ്രവർത്തനത്തിന്റെ ലാഞ്ചന എങ്ങാനും കണ്ട ഭാര്യമാരെ സമ്മതിക്കുമോ? ആരാ ആദ്യം എതിർക്കുന്നേ? വീട്ടില് ഭാര്യയായിരിക്കുവോ മറ്റാരെയെങ്കിലും ആരുടെയെങ്കിലും നേരെ നോക്കുവോ വല്ലതും പറയുകയോ ചെയ്താൽ സംശയം പറയുന്നത് ഭാര്യയായിരിക്കുമോ നാട്ടുകാരായിരിക്കുമോ? ആർക്കാ ഏറ്റവും കൂടുതൽ സംശയം വരിക? ഭാര്യ. ഇത്തിരി സ്നേഹവും കൂടെ ഉള്ള ഭാര്യയാണെങ്കിലോ പിന്നെ സംശയമായിരിക്കും. സംശയം കൊണ്ട് തന്നെ പറയും, ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട, സംശയം തന്നെയാണ്. ഇത്തിരി എങ്ങാനും സ്നേഹക്കുറവ് കാണിച്ചാൽ തന്നെ സംശയം, വേറെ എവിടെയെങ്കിലും പോയിട്ടാണോ വന്നത്, വേറെ ആരെങ്കിലും ആയിട്ട് വല്ല ബന്ധമുണ്ടോ, അയലോകത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടോ, അതോ പോയ വഴിക്ക് ആരെങ്കിലും കണ്ടോ, പതിവ് പോലെ അല്ലല്ലോ എന്നോട് സ്നേഹക്കുറവ് പോലെ നല്ലപോലെ മുണ്ടണില്ലല്ലോ തെളിഞ്ഞ്, ചിലപ്പോൾ ക്ഷീണം കൊണ്ടോ തളർച്ച കൊണ്ടോ ആയിരിക്കും. എന്നാലും സംശയം വരും. സ്നേഹത്തിന്റെ അടുക്കൽ ആയിരക്കണക്കിന് സംശയമാണ്. ആ സംശയം ഉണ്ടാകും സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ആരെങ്കിലും പറഞ്ഞറിയിക്കണോ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് വേറെ ഭാര്യമാരെ പോലും കാണാൻ പാടില്ല. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കൂരണ എന്തിനാ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്നെ തങ്ങൾക്ക് ഹിബത്തായിട്ട് സംഭാവനയായിട്ട് തന്നേക്കുന്നു, എന്നെ തങ്ങൾ വിവാഹം കഴിച്ച് വെച്ചോളാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടായി, ഈ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ അന്തസ്സയെ കെടുത്ത് ഏതെങ്കിലും പെണ്ണ് ആർക്കെങ്കിലും കൊണ്ടുപോയി എന്നെ ചുമ്മാ അങ്ങോട്ട് തന്നേക്കണം എന്ന് പറയും. നാണം കെട്ട പരിപാടി. ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ വന്നു ചേരുമല്ലോ. അവസാനം തങ്ങൾ വിവാഹം കഴിച്ച് എന്തിനാ ഇത്രയും പേർക്ക് പെണ്ണുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ച് പോരെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവാദം കൊടുത്തു, തങ്ങൾക്ക് ആവശ്യമുള്ള പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചോളി, വിവാഹം കഴിച്ച് വിട്ടവരെ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയും ചെയ്തോളി. തുർജി മൻ തശാഉ മിൻകുന്ന വതുഹ്വി ഇലൈക മൻ തശാ വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാതി ആതൈത ഉജൂറഹുൻ. അല്ലാഹു തആല അനുവാദം കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പഠിച്ചവനെ, നിങ്ങളുടെ അള്ളാഹുടെ കാര്യം വലിയ കടുപ്പം തന്നെ, തങ്ങൾ എന്ത് ആഗ്രഹിക്കണോ അത് മുഴുവനും അങ്ങനെ തന്നെ അങ്ങ് സംഭവിച്ചു തരുക. എന്താ, വേറെ പെണ്ണുങ്ങൾ വന്ന് ചേരുന്നു എന്നുള്ളതിന്റെ പേരിൽ മനസ്സ് താങ്ങാൻ പറ്റുന്നില്ല. സ്നേഹം അത്ര കൂടുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഈ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ മസ്സത് യദുഹു യദംറഅത്തിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഒരൊറ്റ പെണ്ണിന്റെ കയ്യിലും തൊട്ടിട്ടില്ല. അപ്പൊ വിശ്വസിക്കാമല്ലോ. ഈ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ബൈഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഒരു പെണ്ണിന്റെ കയ്യിലും തൊട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈഅത്ത് പെണ്ണുങ്ങളോട് ഇന്നമാ കാന കലാമൻ, വെറും സംസാരം മാത്രം, മറയുടെ പുറകിൽ നിന്നുള്ള സംസാരമായിരുന്നു. നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിരിക്കുക പോലുമില്ലായിരുന്നു. ഇതാണ് ബൈഅത്ത്. ഇപ്പോഴത്തെ ഔലിയാക്കളോ, ആണുങ്ങളെ വേണമെങ്കിൽ മറയിരുത്തി ബൈഅത്ത് ചെയ്യും, പെണ്ണുങ്ങൾ നേരെ വന്നാലേ ബൈഅത്ത് നടക്കൂ. നേരെ വന്ന ബയ്യത്ത്, നേരെ ഇരുത്തി ദിക്ർ, പിന്നെ ദിക്ർ ഹൽക്കായിലൊക്കെ നേരത്തെയിലൊക്കെ പെണ്ണുങ്ങൾ നേരെ മുമ്പിൽ വന്നിരിക്കണം ശൈഖിന്റെ, എന്നാലേ ഉള്ളൂ ദിക്ർ പറഞ്ഞു കൊടുത്താൽ ശരിയാകുള്ളൂ, ഇല്ലെങ്കിൽ ദിക്ർ ശരിയാവില്ല. ഇത് തന്നെ ഒന്നാമത്തെ തടസ്സമാണ് ഒരാൾ വലിയാകാനുണ്ട്. വിലായത്തിന് തടസ്സമായ കാര്യമാണ് ഈ ഹറാമായ പ്രവൃത്തി. ഇപ്പൊ തന്നെ മനസ്സിലാക്കാം ആള് വലിയാണോ അല്ലയോ. അതുകൊണ്ട് ഈമാൻ പ്രത്യേകിച്ച് മനസ്സിൽ കയറി പരിശോധിക്കേണ്ട. അള്ളാഹു ഹറാമാക്കി ഈ കാര്യത്തോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്ര പേടിയുണ്ടെന്ന് മാത്രം പരിശോധിച്ചാൽ. പേടിയില്ലാത്ത ആള് തള്ളിയേക്കണം. പിന്നെ ജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. ജീവിതം എന്താ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉണ്ടാവുക. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും തങ്ങളുടെ കോലവും തങ്ങളുടെ രീതിയും ജീവിതത്തിൽ പൂർണ്ണമായ നിലയിൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാണ് വിലായത്ത്. ഇങ്ങനെയാ വലിയാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി മൊത്തമായിട്ടുണ്ടാകണം. അപ്പോഴേ ഉള്ളൂ വലിയാവുള്ളൂ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹു തആല വിലായത്തിന് പറഞ്ഞ രണ്ട് നിബന്ധനകളാണ്. ഒന്ന് ഈമാൻ, ഒന്ന് തഖ്വ. ഇത് രണ്ടും പരിശോധിക്കണം. ഇത് രണ്ടും പൂർണ്ണമായ നിലയിൽ ആരിലെങ്കിലും കണ്ടു, കൂടിക്കൊടിയാണ് അവരുടെ കൂടെ രക്ഷയാണ്.
കാരണം അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. അവർ ഈമാനിന്റെയും തഖ്വായുടെയും കാര്യമേ പറഞ്ഞു തരികയുള്ളൂ. അവർ ഈമാനിനും തഖ്വായ്ക്കും വിരുദ്ധമായ കാര്യങ്ങൾ മനുഷ്യനെ ആരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയില്ല, അവരുടെ കൂട്ടത്തിൽ കൂടിക്കൊള്ളും. അല്ല, ഇത് രണ്ടിനും വിരുദ്ധമായ നിലയിലുള്ള പ്രവൃത്തി എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും കാണുന്നുവെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളി അവരിൽ നിന്നും. കാരണം നരകത്തിന്റെ വഴിയാണ്. അവരെ വിട്ടേക്ക്. ഒന്നുകിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ നരകത്തിന്റെ വഴിയാണ്. ഇല്ല, അവർ അറിയാതെയാണ് ചെയ്യുന്നത്, അവർക്ക് ബോധമില്ല എങ്കിൽ അവർ ഭ്രാന്തന്മാരാണ്, അവരെ വിട്ടേക്ക്. ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റും. ഭ്രാന്തന്മാർക്ക് നിയമമൊന്നുമില്ല. അവരങ്ങനെ ഭ്രാന്തനായി പോയി മരിച്ചുപോയി, അല്ലാഹു തആല അവർക്ക് തക്ലീഫൊന്നുമില്ല, സ്വർഗത്തിലേക്ക് പോകുന്നു. അവരെ കൂടെ പോയവർക്ക് നരകത്തിലേക്ക്. ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. ബോധത്തോടു കൂടി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണെങ്കിൽ എല്ലാവരും നരകത്തിൽ. അതുകൊണ്ട് ആരാണ് വലിയ എന്ന് പരിശോധിച്ചിട്ടേ കൂടാവുള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ഔലിയാക്കൾ ഇറങ്ങാറുണ്ട്. ഇങ്ങനെ ഓരോരോ സമയത്ത് ആണ്ടിലും മാസത്തിലൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഔലിയാക്കൾ ഇറങ്ങും. ഓരോ വീട്ടിൽ കൂടെ വന്ന് ഔലിയാക്കൾ അങ്ങ് താമസമാക്കും. പിന്നെ വീട്ടുകാരൻ വഴിയാധാരം ഇറങ്ങുകയുള്ളൂ, ഔലിയ വന്ന് താമസിച്ചു. അങ്ങനത്തെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ആരും പോകും. അവരെ വലിയായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടേ ഉള്ളൂ കൂടാ. അങ്ങനത്തെ ആളുകൾ അറിഞ്ഞു നടക്കാനൊന്നും നിൽക്കൂല. അവർ അള്ളാഹുവിന്റെ വിവാദത്തിലായി എവിടെയെങ്കിലും ഒഴിഞ്ഞുകൂടും. മാത്രമല്ല, അവരെ ആരും അറിയരുതെന്നായിരിക്കും അവരുടെ ഉദ്ദേശം. ഒരു മനുഷ്യനും അവരെ കുറിച്ച് അറിയരുത്. അള്ളാഹുവും അവരുമായിട്ടുള്ള ബന്ധം ആരും മനസ്സിലാക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ അവർ ജീവിച്ചുകൊള്ളൂ. മനുഷ്യനെ അടുപ്പിക്കാൻ നിൽക്കൂല. പിന്നെ വന്നാൽ വളരെ പരിശോധിച്ച് അവരോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വളരെ ഉറപ്പുള്ള ആളുകളെ മാത്രമേ കൂട്ടത്തിൽ കൂട്ടുള്ളൂ. അല്ലാത്തവരെ വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള പരിശീലനങ്ങളും പ്രവർത്തികളും ഒക്കെ പറഞ്ഞ് മടുത്ത് അവർ പൊക്കളയും, അവർ നിൽക്കില്ല. അതിനുവേണ്ടി ഔലിയാക്കള് റിയാമ, മുജാഹദ ഒക്കെ വെച്ചേക്കുന്നത്. വലിയ വലിയ പരിശീലനങ്ങൾ, വലിയ വലിയ പരീക്ഷണങ്ങളൊക്കെ അവരെ കൊണ്ട് നടത്തിയിട്ട് അവർ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നു, ഇല്ലെങ്കിൽ അവർ പൊക്കളയും മടക്കി വെച്ചു നിൽക്കില്ല. അങ്ങനത്തെവരെ മാത്രമേ ഉള്ളൂ സാലിഹ്യങ്ങളായ നല്ല ഔലിയാക്കൾ കൂട്ടത്തിൽ. കാണണവനൊക്കെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നടക്കണ ആൾ ഔലിയ അല്ല. അങ്ങനത്തെവരെ വലിയാണെന്ന് വിചാരിക്കാനും പറ്റില്ല. കറാമത്തുകൾ ഇങ്ങനെയൊക്കെ കാണിക്കും, അത് കണ്ടേച്ചത് കറാമത്താണ് എന്നും പറഞ്ഞ് ഇങ്ങനത്തെ കറാമത്തുകളാണ് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞെന്ന് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കറാമത്തുകൾ പറഞ്ഞു പരത്തി അവരെ ഔലിയാക്കിയാണ് ആളുകൾ കൊണ്ട് നടക്കുന്നത്. ഇതൊന്നും വലിയൊന്നുമല്ല, അവരൊന്നും ഒന്നും ചെയ്യൂല. എല്ലാം പിശാചിന്റെ സ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ പോലും തെരലിൽ നിന്ന് വെളിവാക്കും അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ പേരിൽ. ഈ സ്നേഹം അത് അള്ളാഹുവിന് വലിയ ഇഷ്ടം. അങ്ങനത്തെ സ്നേഹിതന്മാർ പറഞ്ഞ അള്ളാഹു തആല കാര്യം നടത്തി കൊടുക്കും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞു കൊടുത്തത്. മരിച്ചവരെ ജീവിപ്പിക്കണേ എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ പണി പറഞ്ഞു തരാൻ പറ്റിയെ പിടിച്ച് അറുത്ത് മുറിച്ച് കൊണ്ടുപോയി. ഇങ്ങനെ ഉസൈർ നബി അലൈഹിസ്സലാം ഒരു ദിവസം നടന്നു പോകുമ്പോ ഈ സ്ഥലം കണ്ടിട്ട് അള്ളാഹ് എങ്ങനെയാ ഇതിനെ ഇനി രണ്ടാമതും പഴയതുപോലെ ആക്കുന്നത് എന്ന് സംശയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസൈർ നബിയാക്കി അയച്ചു. എന്നിട്ട് പിന്നെ ഇത് കണ്ടപ്പോ സംശയം മനസ്സിൽ വരണം. എന്നാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഉസൈർ നബി അലൈഹി സ്വലാമിനെ അവിടെ തന്നെ അങ്ങ് മരിപ്പിച്ചു. ഉസൈർ നബി അലൈഹി സ്വലാം അവിടെ മരിക്കുന്നത് അവിടെ തന്നെ. ഉസൈർ നബി അലൈഹി സ്വലാമിന്റെ കഴുത ഉണ്ടായിരുന്നു. കഴുതപ്പുറത്ത് അദ്ദേഹത്തിന്റെ ആഹാരം, വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു. കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു, ആഹാരവും ഉണ്ടായിരുന്നു. കഴുതയും ഒരു സൈഡിലേക്ക് വീണു. അവസാനം ഒരുപാട് നാള് കഴിഞ്ഞു, 100 കൊല്ലം കഴിഞ്ഞു. മരിച്ച് 100 കൊല്ലം കഴിഞ്ഞപ്പോ ഉസൈർ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല വീണ്ടും ജീവിപ്പിച്ചിട്ട് എത്ര നാൾ എവിടെയായിരുന്നു? അപ്പൊ മനസ്സിലായോ മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കണേ എങ്ങനെയാണെന്ന്? മരിച്ചുപോയതല്ലേ, എത്ര കൊല്ലമായി ജീവിച്ചിട്ട്? ഞാൻ കാലത്തെ ഇതിനെ നടന്നു വന്നതാ. ഉച്ചയായപ്പോഴെങ്ങാണ്ടോ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഞാനിപ്പോ എനിക്ക് വൈകുന്നേരം ആയതേ ഉള്ളൂ. 5-6 മണിക്കൂറായെന്നാ തോന്നണമെന്ന് പറഞ്ഞു. 5-6 മണിക്കൂറേ ആയുള്ളൂ അല്ലേ? 5-6 മണിക്കൂറേ ആണെങ്കിൽ എന്റെ കഴുതയുടെ കഴുതപ്പുറത്തല്ലേ വന്നത്? കഴുതയുടെ 5-6 മണിക്കൂറായ കഴുത. അപ്പൊ നോക്കിയപ്പം കഴുതയില്ല. കഴുതയുടെ നുരുമ്പി നശിച്ചു പോകാറായ എല്ല് മാത്രമേ ഉള്ളൂ. കാരണം 100 വർഷമായി കഴുത ചത്തുപോയിട്ട് ഇറച്ചിയില്ല, ഒന്നുമില്ല, വെറും നുരുമ്പിയ എല്ല് മാത്രം. അപ്പൊ സംശയമായി. പഠിച്ചവനെ ഞാൻ എത്ര നാള് കിടന്നു കൊടുത്തവനെ അങ്ങോട്ട് പോയി. അപ്പൊ അള്ളാഹ് പറഞ്ഞില്ല, നീ 5-6 മണിക്കൂറൊന്നുമല്ല, 100 കൊല്ലമായി. 100 കൊല്ലമായി.
എന്റെ കഴുതയുടെ എല്ല് കിടക്കണുണ്ടോ നോക്കിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാ ജീവിപ്പിക്കുന്നത്. നോക്കിക്കൊണ്ടിരുന്നു ഉസൈർ നബി അലൈഹിസ്സലാം. എല്ലാം നല്ല തീർന്ന് നേരെയായിട്ട് വന്നു, തമ്മിൽ ചേർന്നു. പിന്നെ അതിന്റെ ഇറച്ചി വന്നെല്ലാം കൂടി പഴയ കഴുത പോലെ ആയിട്ട് നിന്നു. റൂഹും കൊടുത്തുണ്ടോ ഉസൈർ നബി അലൈഹിസ്സലാം കണ്ടോണ്ടിരുന്നു. എന്നിട്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, മരിച്ചവരെ ജീവിപ്പിക്കുക. ഇനി വേറെ ഒരു കാര്യം, എത്ര കാലം വേണമെങ്കിലും എന്തും ഒരു കുഴപ്പവും ഇല്ലാതെ മരിപ്പിക്കാതെ സൂക്ഷിച്ചു വെക്കാം. നീ മരിച്ചു കിടന്നു, നിന്നെ അങ്ങനെ തന്നെ കിടത്തി. കഴുത മരിച്ചു, ചത്തുപോയി. കഴുതയെല്ലാം ഈ 100 കൊല്ലം കൊണ്ടുണ്ടാകുന്ന മുഴുവൻ വ്യത്യാസങ്ങളും അതിൽ വരുത്തി. ഇതിപ്പം വ്യക്തമായിട്ട് മനസ്സിലായില്ലല്ലോ. നീ മരിച്ചു കിടന്നത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായില്ല. നോക്ക്, കഴുതപ്പുറത്ത് കൊണ്ടുവന്ന ആഹാരവും വെള്ളവും കൊണ്ടുവന്നില്ലായിരുന്നോ? എടുത്തു നോക്ക്, റൊട്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ, വളച്ചു പോയോ, ഉണങ്ങിപ്പോയോ എന്ന് നോക്ക്. വെള്ളത്തിന് പായൽ പിടിച്ചോ, കുടിക്കാൻ കൊണ്ടുവരാതെ ആയോ എന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ പാത്രത്തിൽ അന്ന് എടുത്തോട്ട് വന്ന റൊട്ടി അങ്ങനെ തന്നെ ഇരിക്കുന്നു, വെള്ളം ഒരു കേടില്ല. അല്ലാഹു തആല ചോദിച്ചു, മനസ്സിലായോ ഇപ്പൊ എങ്ങനെയാണെന്ന്? ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു 100 ആമിൻ ثم بعث قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു തന്നു ഉസൈർ നബി അലൈഹിസ്സലാമിന്റെ സംഭവം. പറഞ്ഞൊന്നും കഥയല്ല കേട്ടോ, വെറുതെ നിങ്ങളെ രസിപ്പിക്കാനുള്ള കഥയല്ല ഈ പറഞ്ഞു തന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വന്നിരിക്കുന്ന സംഭവങ്ങളാണ്. ഖുർആനിന്റെ കഥകളാ പറഞ്ഞത്. ഖസസുൽ ഖുർആൻ. ആരും പറഞ്ഞേക്കരുത് വെറുതെ ഇരുന്ന് സമയം ഞങ്ങളെ പാഴാക്കി കഥ പറഞ്ഞ്. ഞങ്ങൾക്ക് ഇതുപോലത്തെ കെട്ടുകഥകൾ എന്തെല്ലാം വേണമെങ്കിൽ പറയാം, എന്തെല്ലാം പഴയ കാലത്തെ കാര്യങ്ങൾ പറയാമെന്ന്. കഥയല്ല, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു തന്ന സംഭവങ്ങളാണ്. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്ന വിഷയം? ഈമാൻ എന്താകണം? മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് ഒരു പരിധിയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കാൻ അവസരമുണ്ടായിരുന്നു. നബിമാര് ചിന്തിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തോന്നി, അല്ലാഹു തആല കാണിച്ചു കൊടുത്തു ഉറച്ചു. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള സ്നേഹത്തിന്റെ പേര് അല്ലാഹ് ചെയ്തതാണ്. ഉസൈർ നബി അലൈഹിസ്സലാം സംശയിച്ചു. ഉസൈർ നബി അലൈഹിസ്സലാമിന് മനസ്സിന് സംശയം പോലെയാ തോന്നിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ട് ഉസൈർ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വന്തം പാഠം പഠിച്ചു. കാരണം ഇനി മേലെ സംശയിക്കരുത്, അങ്ങനത്തെ ഒരു ചിന്തയെ മനസ്സിൽ വരരുത്. അള്ളാഹുവിനെ കുറിച്ച് സ്വന്തം അനുഭൂതി വന്നപ്പോൾ ഉറപ്പായി. ഒന്നുണ്ട് ഇൽമുൽ യഖീൻ, ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പായിട്ട് മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ച് ശരിയായിട്ട് അറിയുക. പിന്നെ ഒന്നുണ്ട് ഐനുൽ യഖീൻ, കേട്ട കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഉറപ്പിക്കുക. വേറെ അതിനപ്പുറത്തേക്കൊന്നുണ്ട് ഹഖുൽ യഖീൻ, അനുഭവിച്ച് സ്വന്തം അറിയുക. അല്ലാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കുമെന്നുള്ളത് നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി, എല്ലാവരും വിശ്വസിച്ചു, മുഴുവൻ നബിമാരും വിശ്വസിച്ചു. അറിവിന്റെ പേരിൽ ഇത് ഇൽമുൽ യഖീനാണ്, യഖീനിന്റെ അറിവാണ് അല്ലാഹുവിനെ കുറിച്ച്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുമ്പിൽ കാണിച്ചു കൊടുത്തു, അത് ഐനുൽ യഖീനാണ്. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കുറച്ചും കൂടെ സമാധാനം കിട്ടാൻ വേണ്ടി അല്ലാഹു തആല കാണിച്ചു കൊടുത്തു, അദ്ദേഹം കണ്ടു. ഉസൈർ നബി അലൈഹിസ്സലാമിന് ഹഖുൽ യഖീനാണ്, അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ കാഴ്ച, കണ്ടു ആ കാര്യം നേരിൽ, മാത്രമല്ല സ്വന്തം അനുഭവിച്ചു. അനുഭവം കൂടി അല്ലാഹു തആല കാണിച്ചു കൊടുത്തു, ഹഖുൽ യഖീനായി. അസ്ഹാബുൽ കഹ്ഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖുൽ യഖീനാണ്, അവരെ കാണിച്ചു കൊടുത്തു. അവരറിഞ്ഞു, അവർ കണ്ടു, മാത്രമല്ല അവർ സ്വന്തം അനുഭവിച്ചു. അവരുടെ പട്ടിയും അതേ നിലയിൽ കിടന്നു, അവസാനം എഴുന്നേൽക്കുന്നത് അവർ കണ്ടു വിശ്വസിച്ചു. പിന്നെ അവർക്ക് സ്വന്തം അനുഭവത്തിൽ അവർ എത്രയാ 309 വർഷമാണ് അസ്ഹാബുൽ കഹ്ഫ് മരിച്ചു കിടന്നത്. കാഫിൽ ഉറങ്ങിയത് 309 വർഷം, 1-2 ദിവസമൊന്നുമല്ല. എന്നിട്ട് അല്ലാഹു തആല അവരെയും ജീവിപ്പിച്ച് കാണിച്ചു. അപ്പോ ഈ നിലയിലുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ നബിമാരെ ചോദിച്ചു, അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറപ്പ് വരണം അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്. മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറപ്പ് വന്നാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വരും. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചുള്ള ഉറപ്പ് വന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ പേടി വരും. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കി മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പേടിയാണ്
ഈമാനിന്റെ ഖൗഫ്, ഈമാനിന്റെ ഭയം എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യനിൽ വേണം, ഇതുണ്ടാകണം. രണ്ടാമത്തത് അല്ലാഹു തആല ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ വാദാകൾ, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളെ അറിഞ്ഞ് അതിലുള്ള പ്രതീക്ഷ, ആഗ്രഹം വെക്കണം. എന്തെല്ലാം ചെയ്തു പോയെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ വരാൻ പാടില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, ആഗ്രഹം എപ്പോഴും. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അപ്പോഴാണ് ഈമാനാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് എങ്ങനെ ആഗ്രഹം വെക്കണം? അത് മഹാന്മാരായ ആളുകളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ തങ്ങളുടെ ഒക്കെ സംഭവങ്ങളാണ്. ഐഷ എന്ന ആളെ പറയാം, ഇതെല്ലാം കൂടെ പറഞ്ഞത് എല്ലാവർക്കും പലർക്കും പോകാനുള്ളത്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ പറയാം, നാളെ പറയാം. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഈമാൻ ശരിയായ നിലയിൽ ഖൗഫ് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി ആ യഖീനിലാണ് അല്ലാഹു പറയുന്നത്. ഈ രാജാവും കൂടി പറഞ്ഞ് ചേർക്കുമ്പോഴേ ഉള്ളൂ പൂർണ്ണമായിട്ട് എന്താണെന്ന് മനസ്സിലാവും. അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ, നാളെ പറഞ്ഞ് നാളെ പ്രതീക്ഷ